الحمد لله رب العالمين والصلاة والسلام على نبينا محمد وآله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم على العودة കഴിഞ്ഞ ആഴ്ച നമ്മളെടുത്ത ആദ്യത്തെ ആയത്ത് 33-ാമത്തെ ആയത്ത്. وآية لهم الأرض الميتة أحييناها وأخرجنا منها حبا فمنه يأكلون وجعلنا فيها جنات من نخيل وأعناب وفجرنا فيها من العيون ليأكلوا من ثمره وما عملته أيديهم أفلا يشكرون. عليكم السلام ورحمة الله وبركاته. ما شاء الله. ഒരാളും കൂടെ. أعوذ بالله من الشيطان الرجيم. آية لهم الأرض الميتة وأخرجنا منها حبا فمنه يأكلون وجعلنا فيها جنات من نخيل وأعناب وفجرنا فيها من العيون ليأكلوا من ثمره وما عملته أيديهم أفلا يشكرون. താൻ ഓതുന്ന ഒരാൾക്ക് സംഭവിക്കുന്ന തെറ്റുകളെ തജ്വീദിൻ്റെ ഉലമാക്കൾ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. ലഹ്നുൻ ഖഫിയുൻ വലഹ്നുൻ ജലിയുൻ. ഖഫിയ് എന്ന് പറഞ്ഞാൽ ലഘുവായ തെറ്റാണ്. അതായത് അത് ഒരു അള്ളാഹുവിൻ്റെ കലാമിനോടുള്ള അദബുകേടായിട്ടേ പരിഗണിക്കുള്ളൂ, പാപിയാവൂല ആ തെറ്റ് വന്നാലും. ഉദാഹരണത്തിന് ഇപ്പം നീട്ടേണ്ട സ്ഥലത്ത് ഒരുപക്ഷെ നീട്ടാതിരിക്കുക, മണിച്ച് ഓതേണ്ട സ്ഥലത്ത് മണിച്ച് ഓതാതിരിക്കുക. കാരണം അവിടെയൊന്നും ലഫ്ദിനോ അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥത്തിനോ വാക്കിനോ അർത്ഥത്തിനോ വ്യത്യാസം സംഭവിക്കാനില്ല. ഒരു നിയമം അവിടെ പാലിക്കപ്പെട്ടില്ല എന്നേ ഉള്ളൂ. പക്ഷേ മനഃപൂർവ്വം അത് ചെയ്യാനല്ല, അങ്ങനെ ചെയ്തു പോയാൽ. എന്നാൽ അതൊക്കെ പഠിക്കാനും മനസ്സിലാക്കാനുള്ള സൗകര്യങ്ങളും അവസരങ്ങളും ഉണ്ടായിട്ടും കഴിവും ഉണ്ടായിട്ടും പഠിക്കാതിരുന്നാൽ അത് തെറ്റാണ്. രണ്ടാമത്തേത് ലഹ്നുൻ ജലിയുൻ. അതാ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ കുറച്ച് കടുപ്പപ്പെട്ട തെറ്റാണ്. അത് പ്രധാനമായും 3 എണ്ണമാണ്. നമ്മളെ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാ? ഷദ്ദുള്ള അക്ഷരത്തിൻ്റെ ഷദ്ദ് ഒഴിവാക്കിക്കൊണ്ട് പാരായണം ചെയ്യൽ ജലിയായ തെറ്റാണ്, കുറ്റകരമാവും അങ്ങനെ ചെയ്യൽ. 2, മഖ്റജുകൾ തെറ്റിക്കുക. അക്ഷരങ്ങൾ പുറപ്പെടേണ്ട സ്ഥലങ്ങളുണ്ട്, അത് മനസ്സിലാക്കാതെ പഠിക്കാതെ നമുക്ക് തോന്നിയ പോലെ അക്ഷരങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് ഓതുക. കാരണം അവിടെ അർത്ഥവ്യത്യാസങ്ങളും മറ്റൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. 3, ഹർക്കത്തുകൾ മാറിപ്പോവുക. ഒരാൾ ഈ പറയപ്പെട്ട 3 തെറ്റുകളെ അയാളുടേതായ ഒരു അലസത കൊണ്ട് പഠിക്കാൻ ശ്രമിച്ചിട്ടില്ല, എനിക്കങ്ങനത്തെ ഒരു അറിവില്ലായ്മ ഉണ്ട് എന്ന് മനസ്സിലാക്കി അതിനെ തിരുത്താൻ പരിശ്രമിക്കാതെ തെറ്റ് വന്നാൽ ചിലപ്പോൾ അത് അയാളുടെ നിസ്കാരത്തെ പോലും ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട്. കാരണം നിസ്കാരം ബാത്തുലായി പോകുന്ന കാര്യങ്ങൾ പറഞ്ഞപ്പോൾ മക്കൾ പ്രധാനമായ ഒരു കാര്യം പറഞ്ഞു, അലസമായി പരിശുദ്ധ ഖുർആനിനെ തെറ്റിക്കലും. കാരണം പാപം ചെയ്തുകൊണ്ടൊരു നിസ്കാരം ഇല്ലല്ലോ.
ഹറാമ് ചെയ്തുകൊണ്ടുള്ള ഒരു ഇബാദത്ത് അള്ളാഹുവിൻ്റെ അടുത്ത് പരിഗണിക്കപ്പെടൂലല്ലോ. അതുകൊണ്ട് ശ്രദ്ധയോടെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട കാര്യമാണ്. അതുകൊണ്ട് മഖ്റജുകൾ ഇപ്പം രണ്ടാൾ ഓതിയപ്പോഴും മണിക്കുന്ന നമുക്ക് പ്രശ്നമല്ല. ഇദ്ഹാർ, ഇദ്ഗാം, ഇഖ്ഫാ, ഖലാബ് അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, പ്രശ്നമില്ല എന്ന് പറഞ്ഞു. കാരണം നമ്മൾ തജ്വീദിൻ്റെ ഇൽമിൽ വലിയ പ്രാവീണ്യം നേടിയ വലിയ കാര്യങ്ങളൊന്നുമല്ല, പഠിച്ചു വരുന്നേ ഉള്ളൂ. പക്ഷെ മഖ്റജുകൾ നമ്മൾ പഠിച്ചെടുത്തേ പറ്റുള്ളൂ, പഠിച്ചെടുക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കഷ്ടപ്പെട്ട് പഠിക്കുന്ന ആളുകൾക്ക് 2 പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? അങ്ങനെ കഷ്ടപ്പെടാൻ വേണ്ടി പ്രേരിപ്പിച്ചതല്ലേ. കഷ്ടപ്പെടേണ്ടി വരുത്ത ആർക്കാ? ശീലമില്ലാത്തവർക്ക്, അറിയാത്തവർക്ക്. ചെറുപ്പത്തിലേ ഇപ്പം മഖ്റജെല്ലാം പഠിച്ച ആളുകൾക്ക് പ്രയാസമില്ല. പക്ഷെ പ്രയാസപ്പെട്ട് ഓതുന്നവർക്ക് 2 കൂടിയുണ്ട് എന്നുള്ള വലിയൊരു ഓഫർ തരുമ്പം പ്രയാസപ്പെടണം എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു വെക്കുന്നത്. നിങ്ങൾ നോക്കിയേ, ഇപ്പൊ ഖുർആനിൽ തന്നെ അള്ളാഹു പറഞ്ഞു, ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ. അള്ളാഹു ഓരോ നഫ്സിനും എന്താണോ സാധിക്കുക അതല്ലാണ്ട് നിർബന്ധിക്കുന്നില്ല. എന്നിട്ടും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കഷ്ടപ്പെട്ടെങ്കിലും പഠിക്കണം എന്ന് പറയും പോലെ 2 പ്രതിഫലം ഓഫർ ചെയ്തിട്ട് പ്രേരിപ്പിച്ചാൽ അതിനർത്ഥം എന്താ? ഉമ്മത്ത് അത്രത്തോളം പഠിക്കണമെന്ന് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ കലാം. സഹാബാക്കളുടെ കൂട്ടത്തിൽ വളരെ അഗ്രഗണ്യരായ ഖാരിഈങ്ങളായിട്ട് അറിയപ്പെട്ട ചില സഹാബാക്കളുണ്ട്. അതിൽ ഒരാളാണ് സാലിം മൗല അബി ഹുദൈഫ റളിയല്ലാഹു അൻഹു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പേരപ്പെട്ട പ്രഗത്ഭരായ പല സഹാബാക്കളും ഇരിക്കുന്ന സദസ്സിൽ വെച്ച് പറഞ്ഞു, നിങ്ങൾക്ക് ഖുർആൻ ഇറങ്ങിയതുപോലെ പാരായണം ചെയ്യണമെന്നുണ്ടെങ്കിൽ സാലിമിൻ്റെ അടുത്ത് പോയിട്ട് ഓതി പഠിച്ചോളിയെന്ന്. അപ്പം ആ ഓതി പഠിക്കലിന് വലിയ പ്രാധാന്യം ഇസ്ലാമിലുണ്ട്. അത് ചെറിയ നിസ്സാര സംഗതിയല്ല. അതുകൊണ്ട് ശ്രദ്ധിക്കണം. കുറച്ച് സമയം നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലും പറഞ്ഞു, പക്ഷേ ഈ ആഴ്ച ആരെങ്കിലും മാറ്റിവെച്ച ആരെങ്കിലും ഉണ്ടോ? ഒരു 10 മിനിറ്റ് മഖ്റജ് പഠിക്കാനായി മാറ്റിവെച്ച ആരാളെ? മതി. അൽഹംദുലില്ലാഹ്, ഖൈർ, അല്ലാഹു ഖബൂലാക്കട്ടെ. അമൽ ചെയ്തല്ലോ, അൽഹംദുലില്ലാഹ്. അല്ലാഹു പൂർത്തിയാക്കി തരട്ടെ. വല്ലദീന ജാഹദു ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ. പരിശ്രമിക്കാൻ ആര് തയ്യാറുണ്ടോ വഴി അള്ളാഹു എളുപ്പാക്കി തരും. പഠിപ്പിച്ചു തരേണ്ടവൻ അള്ളാഹുവാണ്. പ്രിയപ്പെട്ടവരെ, അതെപ്പോഴും മനസ്സിൽ വെച്ചോളൂ. നമ്മുടെ മേന്മ കൊണ്ടോ നമുക്കെന്തെങ്കിലും ഉള്ളതുകൊണ്ടോ ഒന്നും നടക്കൊന്നുമില്ല. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് തരണം, എന്നാലേ നടക്കുള്ളൂ. നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടത് പരിശ്രമമാണ്. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച നോക്കിക്കോളൂ. أعوذ بالله من الشيطان الرجيم. وجعلنا فيها جنات من نخيل وأعناب وفجرنا فيها جنات وفجرنا فيها من العيون. ആദ്യം അർത്ഥം പറയാം. കഴിഞ്ഞ 33-ാമത്തെ ആയത്തിൻ്റെ അർത്ഥം പെട്ടെന്ന് ആരെങ്കിലും ഒരാൾ വേഗം പറയും. വആയത്തുൻ, പറഞ്ഞോളി, വായിച്ചു പറഞ്ഞോളി. ഈ ഖുർആൻ പഠിക്കാന്ന് പറഞ്ഞാൽ ഇങ്ങനെ ക്ലാസ് പ്രസംഗം കേട്ട് പോക്കല്ല കേട്ടോ, അത് ശരിയാവില്ല. അർത്ഥം പറയാൻ ആയത്തുൻ, ദൃഷ്ടാന്തമാകുന്നു, ലഹും അവർക്ക്, അൽ അർദു ഭൂമി, അൽ മൈതത്തു എങ്ങനെയുള്ള ഭൂമി, നിർജീവമായ. പഴയ ഉസ്താദ് അങ്ങനെ പഠിപ്പിക്കരുത്. അങ്ങനെ അർത്ഥം കിട്ടണം, അപ്പോഴേ എന്താവുള്ളൂ, ഖുർആൻ പഠനമാവുള്ളൂ. ഇല്ലെങ്കിൽ സാധാ പ്രസംഗം കേട്ട് പോകുന്ന പോലെ ആയിപ്പോ, ശരിയാവില്ല. നമ്മൾ പ്രത്യേക ഒരു ദിവസം ഇതിന് തയ്യാറാക്കിയിരിക്കുന്നത് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ വേഗം പറഞ്ഞോളി. അല്ല, ഇത് മറ്റേ കാക്കക്കൂട്ടിൽ കല്ലിട്ട പോലെയാവും. ചില ആൾക്കാർ എന്ത് ആ ചാൻസിൽ ഇങ്ങനെ അനക്കും. ഒരാൾ പറയും വ്യക്തമായിട്ട്.
ആ വാവില്ല കേട്ടോ. ആ നാം അതിനെ ജീവിപ്പിച്ചു. ഏതിനെ? ആ ഭൂമിയെ. ആ അഖ്റജ്ന നാം പുറപ്പെടുവിക്കുകയും ചെയ്തു എന്നാണ് വാവിന്റെ അർത്ഥം. വ അഖ്റജ്ന ആ ഭൂമിയിൽ നിന്നും ആ ധാന്യത്തെ പുറപ്പെടുവിക്കുകയും ചെയ്തു. അതിൽ നിന്നും തിന്നുകയും ചെയ്യുന്നു. ഇങ്ങനെ അർത്ഥം കിട്ടണം. അപ്പോഴേ നിസ്കാരത്തിൽ എന്ത് കിട്ടും? ഖുശൂ കിട്ടും, ലദ്ദത്ത് കിട്ടുള്ളൂ. ഖുശൂ വേറെ, ലദ്ദത്ത് വേറെ. ഖുശൂ എന്ന് പറഞ്ഞാൽ ഹദാറത്തുൽ ഖൽബാണ്, അതായത് ഹൃദയ സാന്നിധ്യം. അത് ഓതുമ്പോൾ എൻ്റെ ഒപ്പം ഇങ്ങനെ. ലദ്ദത്ത് എന്ന് പറഞ്ഞാൽ എന്താ മലയാളത്തിൽ പറയാ? ആസ്വാദനം. ജുഇലത് ഖുർറത്തു ഐനി ഫിസ്സലാ, എനിക്ക് കൺകുളിർമയാക്കിപ്പെട്ടിരിക്കുന്നത് നിസ്കാരത്തിലാണ്. അത് കിട്ടിയതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത് എന്നാണോ അന്നാണ് നമ്മൾ നിസ്കാരമായിരുന്നർത്ഥം. അതുകൊണ്ടാണ് മുനാഫിക്കുകളുടെ സ്വഭാവം പറഞ്ഞപ്പോൾ അള്ളാഹു നിസ്കാരത്തെ ഏർപ്പെടുത്തി. വഇദാ ഖാമു ഇലസ്സലാത്തി ഖാമു കുസാല. അത് രസകരമല്ലാണ്ട് നിസ്കരിക്കുന്നതിനെ പറ്റിയാണ് പറഞ്ഞത്. നിസ്കരിക്കുന്നുണ്ട്, പക്ഷെ എന്തില്ല? മടി ഖുശൂ. അതായത് കൈ കെട്ടിയിട്ട് അല്ലെങ്കിൽ തശഹൂദിൽ ഇരിക്കുമ്പോൾ തോന്നും ചങ്ങായി സലാം വീട്ടുന്നില്ല, പക്ഷേ ഷോപ്പിൽ പാള് വന്നിട്ടുണ്ടാവുമല്ലോ. പുറത്തിപ്പോകുമ്പോൾ പിന്നെ ട്രാഫിക്കിൻ്റെ ഇപ്പം കാറിൻ്റെ മുകളിൽ മിക്കവാറും 30 എഴുതി വെച്ചിട്ടുണ്ടാവും. ഇതെല്ലാവർക്കും അവൻ്റെ മനസ്സിലുള്ള ചിന്ത. ലദ്ദത്ത്. അതുകൊണ്ടാണ് ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി പറഞ്ഞത്, നിസ്കരിക്കാൻ വരുന്നതിന് മുമ്പേ നിസ്കാരത്തിന് വേണ്ടി ഒരുങ്ങണം, അല്ലെങ്കിൽ ഈ ഫിക്ർ ഇങ്ങനെ മനസ്സിലുണ്ടാവും. ഖൈർ. വജഅൽന നാം ആക്കുകയും ചെയ്തു. ആദ്യത്തെ ആയത്തിനോട് ബന്ധമുണ്ടാകും. ആ വാവ് അത്ഫാണ്. ആക്കുകയും ചെയ്തു. ഫീഹ അതിൽ, ഐ ഫിൽ അർദി ഭൂമിയിൽ. എന്താക്കി? ജന്നാത്തിൻ തോട്ടങ്ങൾ. ജന്നത്തിന്റെ ജംആണ് ജന്നാത്ത്. ജന്നത്ത് എന്ന പദം ശരിക്കും ഉപയോഗിക്കുന്നത് അറബികൾ മറക്കപ്പെട്ടത് എന്ന അർത്ഥത്തിലാണ്. പക്ഷെ ശരിക്കൊരു തോട്ടം എന്ന് പറഞ്ഞാൽ 1-2 മരമുള്ളതിന് തോട്ടം എന്ന് പറയില്ല. അറബികളുടെ കാഴ്ചപ്പാടിൽ ജന്നത്ത് എന്ന് പറഞ്ഞാൽ ആ തോട്ടത്തിലേക്ക് ഒരാൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ തോട്ടം അയാളെ മറക്കും. പിന്നെ പുറത്തുനിന്ന് നോക്കി അയാളെ കാണാൻ കഴിയില്ല. അങ്ങനെ ഇടതൂർന്ന് നിൽക്കുന്ന മരങ്ങളും ചെടികളും ഒക്കെയുള്ള സ്ഥലത്തിന് പറയുന്ന പേരാണ് ജന്നത്ത്. ജിന്ന് എന്ന് പറഞ്ഞാൽ എന്താ? അതാണ് ജിന്ന് എന്ന് പറഞ്ഞാലും മറക്കപ്പെട്ട് എന്ന അർത്ഥം. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ജിന്നുകൾ എന്താണ്? ഇഖ്ഫായിലാണ്. നമുക്ക് ഇതിനെ കാണാനും കഴിയില്ല, അറിയാനും കഴിയില്ല, തൊടാനും കഴിയില്ല, കേൾക്കാനും കഴിയില്ല. അങ്ങനത്തെ സാധനമാണ് ജിന്ന്. ആ പേരെന്നെ സൂചിപ്പിക്കുന്നതാണ്. ജുന്ന എന്ന് പറഞ്ഞാൽ എന്താ? പരിച. അതുണ്ട്. അതായത് വിഖായത്ത്, മറ്റുള്ള ആയുധത്തിൽ നിന്നും നമ്മളെ മറച്ചു വെക്കുക. അതാണ് ഈ ജീമ്, നൂന്, താ, ഈ 3 അക്ഷരം ചേരുമ്പോൾ ഉണ്ടാകുന്ന അർത്ഥങ്ങൾ. അപ്പോൾ ശരിക്കും അള്ളാഹു ഖുർആനിൽ ജന്നത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മുടെ നാട്ടിലെ കവുങ്ങും തോട്ടോ തെങ്ങും തോട്ടോ വന്നാൽ പോരാ. അത് ഇടതൂർന്ന് ഒരാൾ അങ്ങോട്ട് കയറിക്കഴിഞ്ഞാൽ അയാളെ പിന്നെ കാണാൻ കഴിയില്ല. അങ്ങനത്തെ മനോഹരമായ തോട്ടമാണ് ജന്നത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മദീനയുടെ പ്രത്യേകത എന്തായിരുന്നു? ഈത്തപ്പഴത്തിൻ്റെ തോട്ടത്തിനൊരു പ്രത്യേകതയുണ്ട്. ഉഹദിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പട്ടാളക്കാരെ നിർത്തിയ ആ രീതി ഉണ്ടല്ലോ. ഒരു ഭാഗത്ത് ഉഹദ് മല, ജബലുൻ യുഹിബ്ബുന വനുഹിബ്ബുഹു എന്ന് പറഞ്ഞ മല, അത് മദീനക്കൊരു കവചമാണ് ഉഹദ് മല ശരിക്കും പറഞ്ഞാൽ. മറുഭാഗത്ത് പട്ടാളക്കാർ, ജബലുർ റുമാത്തിലെ അമ്പെയ്ത്തുകാർ അങ്ങോട്ട് തിരിഞ്ഞിട്ട് 50 ആൾക്കാർ അമ്പെയ്യാൻ വേണ്ടി നിർത്തി. താഴെ പട്ടാളക്കാർ. അതിൻ്റെ അപ്പുറത്തെ ഭാഗം ഇടതൂർന്ന തോട്ടമാണ്, ഈത്തപ്പഴത്തോട്ടം. അതിനെ ഒരു മദീനന്റെ പരിചയാക്കാനുള്ള കാരണം, മദീനയിലെ തോട്ടത്തിൽ ആ നാട്ടുകാരല്ലാത്ത ഒരാൾ കയറിയാൽ പിന്നെ ഒരു വഴികാട്ടിയില്ലാണ്ട് പുറത്തേക്ക് വരാൻ കഴിയില്ല. അതുകൊണ്ട് ശത്രുക്കൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, തോട്ടത്തിലൂടെ യുദ്ധത്തിന് വരില്ല. ആ ഒരു സംരക്ഷണം അല്ല പ്രകൃതിയ ആർക്ക് കൊടുത്തിട്ടുണ്ട്? മദീനക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദുനിയാവിൽ ഏറ്റവും ബർക്കത്തായ സ്ഥലം ഏതാ? ഞാൻ വിളിച്ചപ്പോൾ മദീന എന്ന് പറഞ്ഞു. പഴയ രീതി അനുസരിച്ച് മദീന അല്ല, എപ്പോഴും മക്കയാണ് ഏറ്റവും ഖൈറായ
നാട്. പക്ഷെ മദീനക്ക് ആ പ്രത്യേകതയുണ്ട്. അവസാന കാലത്തും മദീനക്ക് ആ സംരക്ഷണം അള്ളാഹു കൊടുക്കും. ആര് വരുമ്പം? മസീഹ് ദജ്ജാൽ വരുമ്പോൾ. ശരി, അപ്പൊ അതാണ് ഈ ജന്നത്ത് എന്നതിന്റെ അർത്ഥം എന്നാണ് പറഞ്ഞു വന്നത്. നാം ആക്കുകയും ചെയ്തു ഫീഹാ, ആ ഭൂമിയിൽ, ജന്നാത്തിൻ, തോട്ടങ്ങൾ, അഥവാ ഭൂമിയിൽ നാം തോട്ടങ്ങളെ ഉണ്ടാക്കി. ഏതിൽ നിന്നൊക്കെ? പ്രത്യേകിച്ച് രണ്ടെണ്ണത്തിനടുത്ത് പറയാണ്, മിൻ നഖീലിൻ, ഈത്തപ്പഴത്തിൽ നിന്നുള്ള തോട്ടം. നഖീൽ ഈത്തപ്പഴം. വഅഅനാബിൻ, മുന്തിരി വള്ളികളിൽ നിന്നും. ഇനബുൻ ജംഉ അഅനാബുൻ. എന്താ രണ്ടെണ്ണം പറയാൻ കാരണം? ഈ രണ്ട് സാധനത്തിന്റെ സയൻസ് ഒന്ന് പരിശോധിച്ച് നോക്കി. ഇപ്പം നമുക്ക് കുറേ ശേഖന്മാരുണ്ട് സയൻസിന്റെ. പിന്നെ ബഹുമാനപ്പെട്ട ChatGPT ഉണ്ട്, പിന്നെ മഹാനായ ആരുണ്ട്, ജെമിനി ഉണ്ട്. നിങ്ങൾ ജസ്റ്റ് ഈത്തപ്പഴത്തിന്റെ ഉപകാരങ്ങൾ അതൊക്കെ എന്താ പറയാ, ഇംഗ്ലീഷിൽ എന്താ പറയാ ശേഖേ? ബെനിഫിറ്റ്സ്, അങ്ങനെ അതിമനോഹരമായിട്ട് നമുക്ക് പറഞ്ഞു തരും. അഥവാ പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു ഇത്രയും സാധനങ്ങൾ തോട്ടം ദുനിയാവിലുണ്ടെങ്കിലും ഈ രണ്ടെണ്ണത്തിനടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവ രണ്ടും മനുഷ്യന് ഉപകാരപ്രദമായ രണ്ട് ഭക്ഷണമാണ്. ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി തആല പറഞ്ഞു, ബാക്കി ഏത് സാധനവും മനുഷ്യന് കഴിക്കാൻ, ഭക്ഷണമായി കഴിക്കാൻ പാചകം ചെയ്യണം, അല്ലെങ്കിൽ ഇതിന്റെ രൂപം മാറ്റണം. പക്ഷെ ഈ രണ്ടെണ്ണം അതല്ലാതെ തന്നെ മനുഷ്യൻ എന്താണ്? ഭക്ഷണമാണ്. നമ്മളൊക്കെ ഇപ്പോൾ ഈത്തപ്പഴത്തിൽ അങ്ങനെ ജീവിച്ചു പോകുന്നതന്നെ. നല്ല ഭക്ഷണമാണ്. ശരീരത്തിന് ഗുണങ്ങളും ഈ രണ്ടിനെ കൊണ്ടും ഉണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തും മക്കക്കാർക്ക്, പിന്നെ തായിഫിൽ, മക്കയുടെ വയനാടാണ് ഇത് തായിഫ്, അവരുടെ സുഖവാസ കേന്ദ്രമാണ്. അവിടെ ഇടതൂർന്ന ഈത്തപ്പഴവും പിന്നീട് മുന്തിരിയുമാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് തായിഫിൽ നിന്ന് ഏറുകൊണ്ട് ഓടി ക്ഷീണിച്ച് വീണതും ഉത്ബന്റെയും ഷൈബന്റെയും മുന്തിരിത്തോട്ടത്തിലാണ്. ആ ക്ഷീണം മാറ്റാനായിട്ട് കൊണ്ടുപോയി കൊടുത്തത് എന്താ? മുന്തിരിയാണ്. അപ്പൊ അള്ളാഹു എന്ത് ചെയ്യില്ല, വെറുതെ പറയില്ല, അതിൻ്റെതായ പ്രത്യേകതകൾ ഈ രണ്ട് പഴത്തിനും ഉണ്ട്. അതുകൊണ്ട് ഇത് രണ്ടെണ്ണത്തെയും പ്രത്യേകം എടുത്തു പറഞ്ഞത്. മിൻ നഖീലിൻ, ഈത്തപ്പഴത്തിൽ നിന്നുള്ള തോട്ടങ്ങളെയും, വഅഅനാബിൻ, മുന്തിരികളാലുള്ള തോട്ടങ്ങളെയും ആ ഭൂമിയിൽ നാം ഉണ്ടാക്കുകയും ചെയ്തു. മാത്രമല്ല വഫജ്ജർന, ഫജ്ജറ എന്ന് പറഞ്ഞാൽ പൊട്ടിക്കുക, കീറുക എന്നൊക്കെ അർത്ഥം. തഫ്ജീർ. അപ്പൊ എന്താ അർത്ഥം പറയാം? പൊട്ടിക്കുകയും ചെയ്തു. ഫജ്ജറ മുതഅദ്ദിയായ ഫീലാണ്, അതായത് പൊട്ടൽ അല്ല, പൊട്ടിക്കൽ, പൊട്ടിച്ചു കൊണ്ടുവരൽ. അർത്ഥം പറയുമ്പോൾ വഫജ്ജർന, നാം പൊട്ടിച്ചൊഴുക്കുകയും ചെയ്തു. അപ്പൊ എല്ലാ കുതിരത്താണ് ഈ വെള്ളം എന്ന് പറയുന്ന സാധനം. മതി മനുഷ്യൻ അള്ളാഹുവിനെ അറിയാം. അതുകൊണ്ടല്ലേ സൂറത്തുൽ വാഖിയയിലൊക്കെ അള്ളാഹു ചോദിച്ചിട്ടില്ലേ, പിന്നെ അഫറഅയ്തും മാ തശ്റബൂൻ അൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ. നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെ പറ്റി ചിന്തിക്കുന്നില്ലേ? സൂറത്തുൽ മുൽക്കിലില്ലേ, ഖുൽ അറഅയ്തും ഇൻ അസ്ബഹ മാഉകും ഗൗറാ ഫമൻ യഅതീകും. വല്ലാത്ത ചോദ്യം. ആരാ നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരിക? ഫജ്ജർന എന്ന് പറഞ്ഞ നാം ആരാണോ അവൻ മാത്രം, അല്ലാണ്ട് നിങ്ങൾക്ക് കിട്ടില്ല. അത് അടുത്ത ആയത്തിൽ വരുന്നുണ്ട്, അതിന്റെ എല്ലാത്തിൻ്റെയും ആകത്തുക. വഫജ്ജർന, നാം പൊട്ടിച്ചൊഴുക്കുകയും ചെയ്തു. ഫീഹ, അതിൽ, ഏതിൽ? ആ ഭൂമിയിൽ, മിനൽ ഉയൂൻ, അരുവികളിൽ നിന്ന്. ഐനിന്റെ ജംആണ് ഉയൂൻ, അരുവികൾ. അപ്പൊ ആ ഭൂമിയിൽ നാം അരുവികൾ പൊട്ടിച്ചൊഴുക്കുകയും ചെയ്തു. അല്ലെങ്കിൽ എന്ത് പറയാം? ഉറവ്. എൻ്റെ മലയാളം എന്ത് പറയും? എന്ത് പറയും ശേഖേ? ഉറവയാക്കുകയും ചെയ്തു. ഒന്നുകൂടെ പറയാം. നാം ആക്കുകയും ചെയ്തു. ഫീഹ, അതിൽ, അഥവാ ആ ഭൂമിയിൽ, ജന്നാത്തിൻ, തോട്ടങ്ങളെ, മിൻ നഖീലിൻ, ഈത്തപ്പഴത്തിനാലുള്ള, വഅഅനാബിൻ, മുന്തിരിവള്ളികളാലുമുള്ള തോട്ടങ്ങളെ, വഫജ്ജർന, നാം പൊട്ടി ഒഴുക്കുകയും ചെയ്തു, പൊട്ടിച്ചൊഴുക്കുകയും ചെയ്തു. ഫീഹ, ആ ഭൂമിയിൽ, മിനൽ ഉയൂൻ, അരുവികളിൽ നിന്നും. ഒറ്റ അരുവിയല്ല, പല അരുവികളെ
ആവശ്യാനുസരണം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഭൂമിയിൽ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. എന്തിനാണ് അള്ളാഹു ഇത് പറയുന്നത്? ഇങ്ങനെയൊക്കെ നിങ്ങൾക്കാക്കി തന്നവന്റെ ദർബാറിലാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരിക, വന്ന് നിൽക്കേണ്ടി വരിക. അതുകൊണ്ട് അത് നിഷേധിക്കാൻ നിൽക്കണ്ട എന്നർത്ഥത്തിനാണിത് പറയുന്നത്. വിശദീകരണം പറയാം. ഇതാണ് ഈ ആയത്തിന്റെ അർത്ഥം. ഇനി അത് പാരായണം ചെയ്യുമ്പോഴുള്ള ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ നോക്കിക്കോളൂ. ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഐനാണ്. അതിന്റെ മഖ്റജ് എവിടെയാ? തൊണ്ടയുടെ മധ്യം. അവിടെ നിന്ന് ഏതൊക്കെ അക്ഷരങ്ങൾ വരുന്നു? ഞാൻ പിന്നെ ആവർത്തിച്ച് പറഞ്ഞെന്ന് വെച്ചാൽ കുറച്ചിങ്ങനെ പറഞ്ഞുകൊണ്ടുമ്പോൾ ലാസ്റ്റ് നമുക്കത് ശരിയാവും. ഐൻ അല്ല, ഹ, ഹ, ഐൻ, ഹ, തൊണ്ടയുടെ മധ്യം. അപ്പം അവിടെ നിന്ന് വേണം പറയാം. നമ്മൾ പണ്ട് ശരിക്കുള്ള നാടനോത്തില്ലേ, റമദാനിലൊക്കെ പള്ളിയിൽ പോയിരുന്ന എങ്ങനെ ആവുക? വജാലന. അത് ശരിയല്ല, അതിന് അർത്ഥേ ഇല്ല. ഐൻ തന്നെ പറയണം. കാരണം ഖുർആനിൽ അല്ലാഹു ഉപയോഗിച്ചിരിക്കുന്ന അക്ഷരം ഐനാണ്. ഖിയാമത്ത് നാൾ വരെ ഐൻ ഐൻ തന്നെ. എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റൂല. എനിക്ക് ഖുർആനെ മാറ്റാനുള്ള അവകാശമില്ല. അള്ളാഹുവിൻ്റെ കലാമാണ്. നരേന്ദ്രമോദി എഴുതി തന്നൊരു കത്ത് കേരളത്തിൽ വന്നിട്ട് വായിക്കുമ്പോൾ നമ്മുടെ സതീഷ് ഏട്ടൻ അതൊന്ന് മാറ്റിയാൽ എന്തായിരിക്കും അവസ്ഥ? അതിന് ഗൗരവം നമുക്ക് മനസ്സിലായില്ലേ? എന്തുകൊണ്ട് കലാമു റബ്ബുൽ ആലമീൻ്റെ ഗൗരവം നമുക്ക് മനസ്സിലാകുന്നില്ല? അത് നമുക്ക് ഇഷ്ടമുള്ള പോലെ തോന്നിയ പോലെ വായിക്കാം, അത് ശരിയാവില്ല. അതങ്ങനെ തന്നെ ഓതണം. ലാമിന്റെ മഖ്റജ് എവിടെയാ? നാവിന്റെ അഗ്രം മുകളിലത്തെ സനായ മുതൽ, അല്ലെങ്കിൽ ഏതാ അദറാസ് മുതൽ, ഈ തേറ്റപ്പല്ലില്ലേ അത് തൊട്ട് ഇങ്ങോട്ടുള്ള ചിരിപ്പല്ലുകൾ എന്നാ പറയാ. ചിരിക്കുമ്പം കാണുന്ന എല്ലാ പല്ലുകളുടെയും ഊണിൽ തട്ടണം. ലാ വജഅൽ. അപ്പൊ നാവ് മുകളിലേക്ക് പോകണം ലാ പറയുമ്പം. ഇപ്പൊ നേരത്തെ അത് ഒരാൾ ഊതിയപ്പം ഹ ശരിക്കും വന്നിട്ടില്ല. ഹാന്റെ മഖ്റജ് എവിടെ? തൊണ്ടക്കുഴി. അത് ശരിക്കും വരണമെങ്കിൽ ഒന്ന് കുത്തി പിടിച്ചാൽ മതി, തിരിയും. ഹായും പിന്നെ ഹായും. ഹ അല്ല, ഹംസയും ഹായും. ഇവ രണ്ടും. അവിടെ ശ്രദ്ധിക്കാനുള്ളത് ജീമിന്റെ മഖ്റജ് എവിടെയാ? ശരിക്കും നമ്മൾ കേരളക്കാരായ അല്ലെങ്കിൽ അജമികളായ ആളുകൾ ജീം പറയുമ്പോൾ തെറ്റുന്നുണ്ട്. ശരിക്കും അറബികൾ ഓതുമ്പോൾ ശരിക്കും ജീം കേട്ട് നോക്കി, അല്ലെങ്കിൽ ഹറബിൽ ഓത്തല്ലെന്ന് ഇയർഫോൺ വെച്ച് കേട്ട് നോക്കി, അവർ പറയുന്ന ജീം വേറെയാണ്, നമ്മളത് വേറെയാണ്. ശരിക്കും നാവിൻ്റെ വസത്താണ് ജീം, ഷീൻ, യ. നാവിൻ്റെ മധ്യം നേരെ മുകളിൽ തട്ടിച്ചുകൊണ്ടാണ് ജ പറയല്. രണ്ടും തന്നെയാണ്. ശരിക്കും നിങ്ങൾ കേട്ട് നോക്കിയാൽ മതി. അത് ശരിക്കും മഷ്ക് ചെയ്യാന്നാ പറയാ. അത് കേട്ട് അവിടെ ഒപ്പിച്ച് നിന്നിട്ട് അങ്ങനെ പറഞ്ഞ് അങ്ങനെ ആവണം. ഇതൊരു1000 പ്രാവശ്യം പറഞ്ഞാലും ഇയാൾക്ക് എന്തായി? കിറാമുൻ കാതിബീൻ യഅലമൂന മാ തഫ്അലൂൻ. അത് കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പൊ ജന്ന. പിന്നെ നൂന് ഷദ് വന്നാൽ ഗുന്നയോടെ, നൂനും മീമും ഷദ്ദിൽ വന്നാൽ മണിച്ചുകൊണ്ട് തന്നെ. എത്ര മണിക്കണം? അവിടെ തജ്വീദിന്റെ ഉലമാക്കൾ പറയുന്നൊരു സംഭവമുണ്ട്. നമ്മളെ സുവൈദി ഇല്ലേ, ശരിക്കും അറിയായിരിക്കും. എന്ത് സുവൈദിയാണ്? ഐമൻ സുവൈദി. അദ്ദേഹം വളരെ ചില കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, ഖിറാഅത്തിനെ ഒപ്പിക്കാനായിട്ട് നീട്ടലും മണിക്കലും ഒക്കെ നമുക്കനുസരിച്ചാക്കും. അപ്പം നമ്മളൊരു ശരീരം ഓതി വരുമ്പോൾ ഇവിടെ ഒരു ഇങ്ങനെ മണിച്ചാലേ നമ്മളെ ഓത്തിനോട് എന്ത് ചെയ്യും, ചേരൂ. അവിടെ നമുക്കനുസരിച്ച് നമ്മളങ്ങ് മണിക്കും. ഇല്ല, ഗുന്ന ശരിക്കും പറഞ്ഞാൽ 2 ഹർക്കത്തേ ഉള്ളൂ. ഏത്? ജന്ന ആയി, ശ്രദ്ധായി, ആ ഗുന്നയായി, മണിക്കലായി. പക്ഷെ അതെന്താ ചെയ്യരുത്, നമുക്കനുസരിച്ച് ആ മണിക്കലും പിന്നെ നീട്ടുന്നതിന് എന്തുണ്ട്? അളവുണ്ട്. 3, 4, 5, 6 അളവുണ്ട്. അതിനേക്കാളൊക്കെ ആവുന്നത് ശരിയല്ല. ഇന്ന് നമ്മൾ പ്രഗത്ഭരായ ഖാരികളുടെ ഖിറാഅത്തിനെ വിശകലനം ചെയ്യുന്ന തജ്വീദിന്റെ ഉലമാക്കള് ഹറമിലുള്ള ചില ഇമാമിങ്ങളുടെ നീട്ടലിനെ പറ്റി പോലും അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് അറിയോ, ഖുർആനെ പറ്റി എന്തോരം പഠനം നടക്കുന്നതെന്ന് അറിയാം.
എത്ര കണിശതയിലും കൃത്യതയിലുമാണ് ഖുർആൻ്റെ പഠനം മുന്നോട്ട് പോകുന്നതെന്നറിയോ? നമ്മൾ ഇതൊന്നും അറിയുന്നില്ല. നമ്മളിങ്ങനെ പണ്ടേ കേട്ടനുസരിച്ച് ഓതിച്ചിട്ട് പോവാണ്. അങ്ങനെയൊന്നുമല്ല. ഭയങ്കരമായ പഠനം തിലാവത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ മുൻപന്തിയിൽ സായിപ്പന്മാരും മദാമ്മമാരും ഒക്കെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. നമ്മളിങ്ങനെ അഭിമാനം പറയും കേരളത്തിൽ എപ്പോഴും ഇസ്ലാം എത്തി, ഏത് കാലത്തെയും റസൂലുള്ളാഹിന്റെ കാലത്തെ ആ ചന്ദ്രൻ പടർന്ന് കണ്ടിട്ടുണ്ട് നമ്മുടെ രാജാവ്, അങ്ങനെ ആയിട്ടുണ്ട് ഇങ്ങനെ ആയിട്ടുണ്ട്. ശരിയാണ് സംഭവം. പക്ഷേ ഈ യുദ്ഹിബുക്കും അയ്യുഹന്നാസു വയഅതി ബിആഖിരീൻ അള്ളാഹ് പറഞ്ഞതാണ്. ചിലപ്പോൾ അവർ നിങ്ങളങ്ങ് മാറ്റിക്കളയും, എന്നിട്ട് പുതിയ ആൾക്കാരെ കൊണ്ടുവരും. അവർ വന്ന പോലെയുണ്ട്. ഇപ്പോൾ നോക്കുമ്പോൾ അമേരിക്കയിലുള്ള സായിപ്പന്മാരായ കുഞ്ഞുങ്ങളൊക്കെ ഖുർആൻ്റെ മത്സരത്തിൽ പങ്കെടുത്തിട്ട് പോകുന്നത് കേട്ടിട്ടുണ്ടോ? ഞാൻ ഇത് പറയുന്നത് തന്നെ അറിയോ? നമുക്ക് നമ്മളെ അറിയണം, നമ്മൾ എവിടെ ഉണ്ട് അള്ളാൻ്റെ കലാമുമായി ബന്ധപ്പെട്ട്. ഇതൊക്കെ ഇങ്ങനെ നമ്മുടെ നാടന്മാരായിട്ട് അങ്ങ് പോവും. അത് ശരിയാവൂല. ഒരു അള്ളാൻ്റെ കലാമിന് ഞാൻ വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. എൻ്റെ ജീവിതത്തിൽ അള്ളാൻ്റെ ഖുർആൻ എന്തോ ഒരു സംഭവമാണെന്ന് എനിക്ക് തന്നെ സ്വന്തം തോന്നണം. ആ രീതിയിൽ ഖുർആനെ കണ്ടിട്ടില്ലെങ്കിൽ രക്ഷ കിട്ടൂല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മൻ ജഅലൽ ഖുർആന അമാമഹു ഔ ഇമാമഹു, ആരെങ്കിലും ഖുർആനിനെ അവന്റെ മുമ്പിലാക്കിയാൽ അല്ലെങ്കിൽ അവന്റെ നേതൃസ്ഥാനത്താക്കിയാൽ, അവനെ നയിക്കുന്നവനാക്കിയാൽ, ഖാദഹു ഇലൽ ജന്ന, ഖുർആൻ അവനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. വമൻ ജഅലഹു വറാഅ ദഹരി, ആരെങ്കിലും ബാക്കോട്ട് മാറ്റി വെച്ചാൽ സാഖഹു ഇലൻ നാർ, അതവനെ പിടിച്ച് വലിച്ച് നരകത്തിലേക്ക് കൊണ്ടുപോയിട്ടിടും. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. ഖൈർ. وجعلنا فيها جنات എന്താ നിയമം? ന്യൂൻ മണിച്ചു, അതിന് ശേഷം ജന്നാത്തിമ്മി. എന്താ നിയമം? ഇദ്ഗാം ബിഗുന്ന. തൻവീനു ശേഷം മീമു വന്നു. സാക്കിനായ നൂനോ തൻവീനോ ശേഷം യർമലൂനയിൽപ്പെട്ട യാ റാ മീമി ലാം വാവ് നൂൻ എന്നാണ് ഇദ്ഗാമിൻ്റെ 6 അക്ഷരങ്ങൾ. അതിൽപ്പെട്ട മീം വന്നതുകൊണ്ട് എന്ത് ചെയ്യണം? ഇദ്ഗാം ചെയ്ത് മണിച്ച് ഓതണം. അപ്പം മീൻ്റെ മഖ്റജ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ആഴ്ച. 2 ചുണ്ടിൻ്റെയും ഉണങ്ങിയ ഭാഗങ്ങൾ തമ്മിൽ തട്ടലാണ്. അവിടെയുണ്ട് മണിക്കാൻ. അവിടെ എന്താ നിയമം? സാക്കിനായ നൂനിന് ശേഷം നൂന് വന്നതുകൊണ്ട് ഇദ്ഗാം ചെയ്ത് മണിച്ച് ഉച്ചരിക്കണം. മണിക്കാതെ ഇദ്ഗാം ചെയ്യാൻ 2 അക്ഷരങ്ങളാണ്. ഏതൊക്കെ? ലാറ. ലാറിനെ ഓർത്താൽ മതി, ആ 2 അക്ഷരങ്ങൾ ഓർമ്മയിൽ വരും. അപ്പൊ ഒന്നുകൂടെ, وجعلنا فيها جنات من نخيل എന്താ ശ്രദ്ധിക്കാനുള്ളത്? മിൻ നഖി ഖ. ഖാന്റെ മഖ്റജ് എവിടെയാ? മലയാളത്തിൽ ഖ എഴുതൽ എങ്ങനെയാ? മലയാളത്തിൽ അക്ഷരമില്ല, ഖ ഇല്ല. എഴുതൽ എങ്ങനെയാ? നഖത്തിന്റെ ഖ. സഹീഹുൽ ബുഖാരി എന്ന് വായിക്കുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്, കണ്ടിട്ടുണ്ടോ? സഹീഹുൽ ബുഖാരി അല്ല, ഖായാണ്. തൊണ്ടയുടെ മധ്യമല്ല, മധ്യത്തിൽ ഐൻ ഹ. ഇത് കുറച്ചും കൂടി മുകളിലെത്തി. ഗൈൻ ഖ. നമ്മൾ ഉസ്താദ് എടാ ബേളക്ക് പിടിച്ചാൽ എങ്ങനെയാടാ ശബ്ദം വെച്ച് നോക്കൂ. ബേളക്ക് പിടിക്കാൻ മീൻസ് ഒരാൾ തൊണ്ടക്ക് ഒന്ന് പിടിച്ചാൽ ഇത് 2ഉം കറക്റ്റ് വരും. ഒന്ന് ഗൈൻ, ഗൈനും പിന്നെ ഖായും. ഇത് 2ഉമാണ് തൊണ്ടന്റെ മുകളിൽ നിന്ന് വരുന്ന അക്ഷരം. അതാണ് ഈ ഖ. ജന്നത്തിൻ മിൻ നഖീലിൻ വ. അവിടെയോ പിന്നെയും മണിക്കാനുണ്ട്. തൻവീനു ശേഷം വാ വന്നവൻ ഇദ്ഗാം ബിഗുന്ന, അവിടെയും മണിച്ച് ഇദ്ഗാം ചെയ്ത് നഖീലിൻ വ. വാ പറയുമ്പോൾ പൂമാല പോലെ വളച്ച് നാവിൻ്റെ 2 അറ്റവും ചേർത്ത് നടു ഒഴിവായിക്കൊണ്ട് വ അങ്ങനെ പറയണം. ഇതെല്ലാം നിയമം നോക്കി. നമ്മൾ വിചാരിക്കുന്നത് ഈ തജ്വീദിൻ്റെ കിതാബുകൾ കണ്ട്. സുബ്ഹാനല്ലാഹ്, എൻ്റെ അനിയന്മാരിപ്പം ജാമിയ ത്വയ്ബയിൽ തജ്വീദിൻ്റെ തഖസ്സുസിന് പഠിക്കുന്നുണ്ട് 2 ആൾക്കാർ. അവർ പഠിക്കുന്ന കിതാബ് കണ്ട് നമ്മൾ തലകറങ്ങി പോകും. അത്ര ഇൽമുണ്ട് തജ്വീദിന്. അതായത് നമ്മൾ നഴ്സറി സ്കൂളിൻ്റെ പഠിമ വരെ എത്തിയില്ല. ഏതിൽ? ഇൽമു തജ്വീദിൽ. അത്ര മനോഹരമാണ് ആ പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട ഇൽമ്. നമുക്കത് കഴിയില്ല. എന്നാലും മൂക്കില്ല രാജ്യത്തെ
ആ രാജാവെങ്കിലും നമ്മളാവണം തിലാവത്തിൻ്റെ കാര്യത്തിൽ. അള്ളാഹു തൗഫീഖ് നസീബാക്കി തരട്ടെ. ഖൈർ. മിൻ നഖീലിൻ വഅഅന അവിടെയും ശ്രദ്ധിക്കാനുള്ളതാണ്. അതായത് രണ്ട് കാര്യം ശ്രദ്ധിക്കുക. ഒന്ന്, ഐന് പകരം പലപ്പോഴും ആൾക്കാർ എന്ത് പറയും? അഅന അഅന. അത് ശരിയാവില്ല. ഹംസ പറയും, ശരിയാവൂല. ഇവിടെ ഐൻ അരുബി മുന്തിരി വള്ളികൾ എന്ന അർത്ഥത്തിലാണ് അല്ല പറയുന്നത്. അപ്പൊ അങ്ങനെ പറയണം. മാത്രമല്ല ഐന് സുക്കൂൻ വന്നാൽ ഫുൾ സുക്കൂൻ കൊടുക്കാനും പറ്റൂല, ഹാഫ് സുക്കൂണിൽ വേണം പറയാൻ. അതൊരു ഒഴിക്കുന്ന മട്ടിലാണ്. അഅന 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 എന്ന് പറയില്ല. കാരണം ഖുത്തുബുജദിൽ പെട്ടതിന് മാത്രമേ എന്ത് ചെയ്യൂ? അമർത്തി സുക്കൂൻ ചെയ്തിട്ട് ബ് ഖ് ജ് എന്നെല്ലാം പറയുള്ളൂ. ഇത് അഅന. ഒന്നുകിൽ അഅന. ചില ഉലമാക്കൾ എന്ത് ചെയ്യുന്നുണ്ട്? അങ്ങനെ ഒരു ഒഴുക്ക്, അതെനിക്ക് ഇതുവരെ കിട്ടിയില്ല. ആ സുവേദൊക്കെ സൂപ്പറായിട്ട് പറയും, ഒരു ഒഴുക്ക് മട്ട്. പക്ഷെ ആ എന്ന് അമർത്തി സുക്കൂൻ അതിനില്ല. ശ്രദ്ധിക്കുക. ഇത് നമ്മൾ വെറുതെ പറഞ്ഞിട്ട് പോക്ക് മാത്രമായി പോവോ? ഇല്ല. പക്ഷേ അതന്നെ, അത് കേട്ടോണ്ട് നിൽക്കണം. കേൾക്കുന്നവരുണ്ട്. പിന്നെ യൂട്യൂബിൽ ഇതുണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. അക്ഷരം മാത്രം പറയുന്ന ഒരുപാട് ക്ലിപ്പുകളുണ്ട്. പഠിക്കുന്ന വേണം പ്രിയപ്പെട്ടവരെ. ഖുർആൻ പഠനമാവണം. മരിക്കുന്ന സമയത്ത് മലായിക്കത്തിനോട് അള്ളാഹ് പറയണം, ഇത് എൻ്റെ കലാം പഠിച്ചുകൊണ്ടുന്ന ചങ്ങയാണ്, നന്നായിട്ടൊന്ന് സ്വീകരിച്ചോളി. നമുക്ക് മതി, നമുക്ക് വേറെ ഒന്നും ആഗ്രഹമില്ല. റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരാൾ എങ്ങനെയാണോ മരിക്കുന്നത് അങ്ങനെയായിരിക്കും ആഖിറത്തിൽ വരിക. അതിൽ യാതൊരു സംശയമില്ല. ഇതിനെ അവഗണിക്കുന്ന അവസ്ഥയിലാണ് മരിച്ചു പോയതെങ്കിൽ അള്ളാഹു കാക്കട്ടെ. ഇതേപോലെ മരിക്കുന്നെങ്കിലോ, വെള്ളിയാഴ്ച ആവാൻ കാത്തിരിക്കുന്നു, ഒരു ക്ലാസ് ഉണ്ട്, ഖുർആൻ ക്ലാസ്, ഇന്ന് അക്ഷരീന്ന് പോയിട്ട് പഠിക്കണം, ആ മൈൻഡിലാണ് നിൽക്കുന്നത്. വ്യാഴാഴ്ച മരിച്ചു പോയാൽ വല്ലാഹി സുമ്മ വല്ലാഹി ഓൻ ഖുർആനിൻ്റെ പഠിതാവായിട്ടായിരിക്കും അള്ളാഹിൻ്റെ കോടതിയിൽ വരിക. അതേ ഉള്ളൂ നമുക്ക് കിട്ടാൻ. ആഖിറല്ലേ മെയിൻ. അള്ളാഹു ഇഖ്ലാസ് നസീബാക്കി തരട്ടെ. മിൻ നഖീലിൻ വഅഅനാബിൻ ഒന്നൂടെ വഅഅനാബിൻ വഫജ്ജർന. അവിടെ ശ്രദ്ധിക്കാനുണ്ട്. ഫാന്റെ മഖ്റജ് മുകളിലത്തെ മുൻപല്ലിന്റെ താഴ്ഭാഗം താഴത്തെ ചുണ്ടിന്റെ നനവുള്ള ഭാഗത്ത് തട്ടിക്കുക. സാധാരണ ഫ അങ്ങനെ പറയാം, അവിടെ തട്ടിക്കാണ്ട് ഫ പറയാൻ പറ്റും. പക്ഷെ ഇതിങ്ങനെ പറഞ്ഞ് പഠിക്കണം. ഹറമിലെ ഇമാമിങ്ങളെ ചിലപ്പോൾ നല്ല ക്ലോസപ്പിലുള്ള വീഡിയോ കാണും. നിങ്ങൾ നോക്കി നോക്കിയേ, ഷെയ്ഖ് യാസർ ഉദ്ദൂസിന് നോക്കാൻ നല്ല രസമാണ് കാണാൻ. മൂപ്പര് കറക്റ്റ് ചുണ്ടെല്ലാം മക്കൻ്റെ അടുത്ത് വെച്ച് നാവൻ അങ്ങനെ ഇങ്ങനെ ഇട്ടുതരും ഓരോ അക്ഷരങ്ങൾ. രസകരമാണ്. അതാണ് ഫ. ഒഫജ്ജ. ജീമിന് ഷദ്ദുണ്ട്, ഫജ്ജ എന്നെ പറയണം, എന്നാലേ അതിൻ്റെ അർത്ഥം ഇവിടെ കിട്ടുള്ളൂ. പൊട്ടിച്ചൊഴുക്കുക എന്നർത്ഥം ഒഫജ്ജ. പിന്നെ റായിന് സുക്കൂൻ, അതിന് മുമ്പുള്ള ജീമിന് ഫത്ഹ, തഫ്ഖീം ചെയ്യണം. കഴിഞ്ഞ ആഴ്ച ഒരു അങ്ങനെ വന്നിട്ടുള്ളൊരു അക്ഷരം. അതായത് വഫജ്ജർ എന്നല്ല നമ്മൾ പറയുമ്പോൾ സാധാരണ നാടൻ ഭാഷ വഫജ്ജർന അല്ല, വഫജ്ജർ. റാന്റെ മഖ്റജിൽ നിന്ന് കുറച്ചും കൂടി ഒന്ന് പൊക്കി കനപ്പിച്ചിട്ട് വഫജ്ജർ. മാത്രമല്ല നാവാനും പറ്റൂല. കാരണം അവിടെ എത്ര റായേ ഉള്ളൂ? ഒറ്റ റായേ ഉള്ളൂ. തക്രാറ് പറ്റൂല. ആവർത്തിച്ച് 1-2 റാ വന്നൂടാ. അപ്പൊ എന്ത് ചെയ്യും? അതായത് ചുരുക്കത്തിൽ റബ്ബുൽ ഇസ്സത്തിന്റെ കലാമിനെ പാരായണം ചെയ്യുന്ന ഒരു മുഅ്മിൻ ശ്രദ്ധിച്ചായിരിക്കും പാരായണം ചെയ്യുക. വെറുതെ ഖുർആൻ ഇങ്ങനെ പണ്ട് പിന്നെടുത്തി വൈലൈഹി തുർജാവൻ. അതായിരിക്കില്ല ശരിക്കും ഒരു മുഅ്മിനിന്റെ തിലാവത്ത്. കുറേ ഓതണ്ട ഒരു ദിവസം ഒരു ജുസ് ഓതണ്ട. ഒരു ദിവസം ഒരായത്ത് ഓതിയാൽ മതി. പക്ഷെ ഓതിയത് കൽബും കണ്ണും നാവും മനസ്സും ഒക്കെ അറിഞ്ഞിട്ടുള്ള ഓത്തായാൽ മതി. അതിങ്ങനെ കിട്ടുക പഠിക്കുമ്പോൾ. റായിനെ കുറച്ചൊന്ന് وفجرنا فيها من العيون. ഫീഹാ പറയുമ്പോൾ ഹ ശ്രദ്ധിക്കണം, തൊണ്ടയുടെ താഴ്ഭാഗം. മിനൽ ഐനാണ്, ഊ അല്ല, ഐനാണ്. മിനൽ ഉയൂൻ. അവിടെ എന്താ നിയമം പറഞ്ഞ നമ്മൾ ലാസ്റ്റ് നിർത്തുമ്പോൾ ശേഖന്മാർ പറയല്ലേ, പോയി മദ്
നമുക്കൊരു ഉസ്താദ് ഉണ്ടായിരുന്നു പത്തനംതിട്ടയിലെ ഉസ്താദ് നെഹ്വ് പഠിപ്പിക്കുന്നു. അപ്പോൾ ചെക്കനുണ്ട് ക്ലാസ്സിൽ, ഓന് നെഹ്വ് തിരിഞ്ഞില്ല. അപ്പോൾ ഈ ഉസ്താദ് വന്നപാട് കഴിഞ്ഞ ദിവസത്തെ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കും, ഇവനിങ്ങനെ ഇരിക്കുക. അപ്പോൾ ഉസ്താദ് പറയും അവൻ ഇങ്ങോട്ട് നോക്കുന്നേ ഇല്ല, കാരണം നോക്കി പോയാൽ ചിലപ്പോൾ ചോദ്യം വല്ല മൊത്തമായി പോകും, അത് പേടിച്ചിട്ട്. അങ്ങനെ ആവരുത്, അങ്ങ് പറഞ്ഞേക്കണം, എന്നാലേ പഠിക്കുള്ളൂ. നമ്മളെല്ലാം താലിബുകൾ, വിദ്യാർത്ഥികൾ. ആരും പഠിച്ച ആലിമ്യങ്ങളൊന്നും ഇവിടെ ഇല്ല, വിദ്യാർത്ഥികളാണ്. എനിക്കും തെറ്റു പറ്റും, നിങ്ങൾക്കും പറ്റും, ഷെയ്ഖിന് പറ്റും, എല്ലാം ഉണ്ടാവും. പക്ഷേ പറഞ്ഞും കേട്ടും പഠിച്ചുകൊണ്ട് പോകണം. മദ് ആരിദ് സുക്കൂൻ, അതാണ് ആ വഖഫിൻ്റെ പേര്. അതായത് അവിടെ സുക്കൂൻ എവിടെയുള്ള, മദ്ദിൻ്റെ അക്ഷരം എവിടെയുള്ള, വാവ്, ഒയൂൻ, യാന് ശേഷമുള്ള വാവാണ് മദ്ദിൻ്റെ അക്ഷരം. ആ മദ്ദിൻ്റെ അക്ഷരത്തിന് ശേഷം താൽക്കാലിക സുക്കൂൻ വരിക. അവിടെ സുക്കൂനല്ല നൂൻ്റെ ഹർക്കത്ത്, പിന്നെന്താണ്, കെസ്റാണ്. അവിടെ വഖഫ് ചെയ്യുന്നു എന്നതുകൊണ്ട് താൽക്കാലികമായിട്ടുണ്ടായതാണ് സുക്കൂൻ, ഒയൂൻ. അങ്ങനെ വന്നാൽ അവിടെ നീട്ടിയിട്ട് വേണം നിർത്താൻ. അതായത് ഒയൂൻ എന്ന് പറ്റൂല, ഒയൂൻ അങ്ങനെ വേണം. അപ്പോൾ ഒന്നുകൂടെ ഓതിക്കോളൂ. وجعلنا فيها جنات من نخيل وأعناب وفجرنا فيها من العيون. ഇതാണ് ഈ ആയത്ത് ഓതേണ്ട രീതി. ഞാനിപ്പം പറഞ്ഞതും പൂർണ്ണമല്ല, നല്ല ഉലമാക്കളത് കേട്ടാൽ കുറച്ചും കൂടി ഇൽമ് നമുക്കതിൽ നിന്നും കിട്ടും. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം ഓദ്യം പിന്നെ കേട്ടിട്ട് ഒരുമിച്ച് തന്നെ, ഒരുമിച്ചാ ആയി. وجعلنا فيها جنات من نخيل وأعناب അവിടെ വഖഫ് ചെയ്യുമ്പം ബായിനെന്താവും, സുക്കൂനാവും. അപ്പം എന്താവും നിയമം, കുത്തുബുജുദിൻ്റെ കൽക്കലയാവും. അപ്പോൾ ബ് എന്ന് കേൾക്കണം, വഅഅനാബ് എന്ന് പറയണം. وفجرنا فيها من العيون. نوره وجعلنا فيها جنات من نخيل وأعناب وفجرنا فيها من العيون. നമുക്കൊന്ന് ഒരുമിച്ച് ഓതട്ടാ. وجعلنا فيها جنات من نخيل وأعناب وفجرنا فيها من العيون. ما شاء الله بارك الله فيك. ഇതാണ് 34-ാമത്തെ ആയത്ത്. അതിൻ്റെ ആകെ രത്നച്ചുരുക്കം, ഉടമസ്ഥനായ റബ്ബ് ഭൂമിയിൽ മനുഷ്യന് വേണ്ടി സംവിധാനിച്ചതും കൂടി എടുത്തു പറയാണ്. ആദ്യം പറഞ്ഞു നാം ഭൂമിയെ, നിർജീവമായ ഭൂമിയെ നാം ജീവിപ്പിച്ചു. ഇപ്പൊ നിർജീവമായ ഭൂമിയെ എങ്ങനെയാണോ നാം ജീവനുള്ളതാക്കിയത്, അതേപോലെ മരിച്ച് മണ്ണടിഞ്ഞു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഒരു ദിവസം ഞാൻ എന്ത് ചെയ്യും, ജീവിപ്പിക്കും. അതെനിക്ക് എന്തല്ല ഒരു പ്രശ്നമുള്ള സംഗതി അല്ല. അത് നിഷേധിച്ച് നിങ്ങൾ എന്ത് ചെയ്യണ്ട, അപകടത്തിലേക്ക് പോവണ്ട, ഉറപ്പിച്ചോളൂ, എനിക്കത് സാധിക്കും. സൂറത്തുൽ ഖിയാമന്റെ ആരംഭത്തിൽ അള്ളാഹു കുറച്ചും കൂടി കടുപ്പത്തിലാണ് പറഞ്ഞത്. ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ വലാ ഉഖ്സിമു ബിന്നഫ്സിൽ ലവ്വാമ അയഹ്സബുൽ ഇൻസാൻ. മനുഷ്യൻ വിചാരിക്കുന്നുണ്ടോ അല്ലൻ നജ്മഅ ഇദാമ, അവനല്ല അവന്റെ എല്ലുകളെ ഞാൻ കൃത്യമായിട്ടങ്ങ് കൊണ്ടുവരൂല എന്നോ എനിക്കങ്ങനെ കഴിയൂല എന്നോ വിചാരിക്കുന്നുണ്ടോ? ബല. എന്താ അർത്ഥം? നഫി വന്നതിന് ശേഷം ബല വന്നാൽ സാധിക്കും, എനിക്ക് പറ്റും. അത് അലാ കുല്ലി ഷൈഇൻ ഖദീറിൻ്റെ അധികാരത്തിൻ്റെ വാക്കാണ് ബല. എത്ര ഇല്ല എന്ന് പറഞ്ഞാലും ബല എനിക്ക് പറ്റും. ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന. ഇതുണ്ടല്ലോ ഈ ബനാന, ഇതുവരെ ഞാൻ ഇങ്ങനെ തന്നെ കൊണ്ടുവരും. സൂറത്ത് യാസീൻ്റെ അവസാന ഭാഗത്ത് വഹുവൽ ഖല്ലാഖുൽ അലീം. എന്തായിരിക്കും ഖല്ലാഖിനോടൊപ്പം അലീം ചേർത്തെന്നറിയോ?
ഇപ്പം നിങ്ങൾ ഈ പുരികം എത്രയുണ്ട്? ആർക്കറിയാം? നോ ഐഡിയ. ഈ പീഡി ഒരാൾക്ക് എത്ര എനിക്ക് എത്ര ഉണ്ടെന്ന് എനിക്കറിയില്ല, നിങ്ങൾക്കറിയില്ല. നിങ്ങൾ ഈ മീശയില്ല എത്ര ഉണ്ട് ഇപ്പം? നോ, ഒരറിവില്ല. പക്ഷെ നമുക്കും നിങ്ങൾക്കും തന്ന റബ്ബിൻ്റെ അടുത്ത് എന്തുണ്ട്? അതിൻ്റെ എണ്ണമുണ്ട്. ഇനി നമ്മൾ മരിക്കും, ഖബറിലാവും, ഇതെല്ലാം അങ്ങ് നുരുമ്പി മണ്ണായിട്ടങ്ങ് പോവും. തിരിച്ചു കൊണ്ടുവരുമ്പം ആ പുരികം ആ എണ്ണത്തിൽ തന്നെ ഞാൻ കൊണ്ടുതരും. ഖല്ലാഖുൽ അലീം. നിനക്ക് എവിടെ എത്ര രോമമുണ്ടെന്ന് പറഞ്ഞാൽ എനിക്കറിയാം, എത്ര ചുളിവുണ്ട്, എത്ര വരയുണ്ട്, എത്ര കുറിയുണ്ട് എനിക്കറിയാം. അതങ്ങനെ ഞാൻ കൊണ്ടുവരും. ഞാൻ അത്ര വലിയ കഴിവുള്ളവനാണ്. എന്നിട്ടാണ് ആർപ്പിക്കെല്ലാം കൂടി ആ ഓനെയാണ് വെല്ലുവിളിക്കുന്നത്. ആർപ്പിക്കല്ല, സോറി, മനസ്സിലായിട്ട് നിങ്ങൾക്ക്. ആരിഫ് ഹുസൈൻ വെല്ലുവിളിക്കുന്ന ആരെയാ? ഈ ഉടമസ്ഥനായ റബ്ബിനെ. ഇങ്ങനെ പറഞ്ഞെന്ന റബ്ബിനെ. അതൊന്നും അള്ളാഹുവിന് എന്തല്ല? ഏരയല്ല. ഇതൊന്നും അള്ളാഹുവിനൊരു ഏരയല്ല. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് തരട്ടെ. കീടമാണ്, അതാണ് ആർപ്പിക്കുന്നത്. ഖൈർ എന്ന് മാത്രമല്ല, മനുഷ്യന്മാർക്ക് തിന്നാനുള്ള ധാന്യത്തെ നാം തന്നെ ഉള്ളിൽ നിന്ന് മുളപ്പിക്കുകയും ചെയ്തു. ഖുർആൻ ചോദിച്ചല്ലോ, അഫറഅയ്തും മാ തഹ്റുസൂൻ, നിങ്ങൾ കൃഷി ചെയ്യുന്ന ആ കൃഷിയെപ്പറ്റി നിങ്ങളൊന്ന് ചിന്തിച്ചൂടെ? അൻതും തസ്റഊനഹു അം നഹ്നു സഹ്. എന്താണ് അള്ളാൻ്റെ ഒരു ചോദ്യം? സുബ്ഹാനല്ലാഹ്. നിങ്ങൾ ഈ മയ്യത്തിൻ്റെ അടുത്തേക്കാൻ പോകുന്നു? നിങ്ങളെ പോലത്തെ മനുഷ്യന്മാരാണ് ചോദിക്കാൻ പോകുന്നത്? നിങ്ങൾ ആരോടെ ഈ തേടുന്നത്? ആരോടെ ഈ ചോദിക്കാൻ പോകുന്നത്? നിങ്ങൾക്ക് ബുദ്ധിയില്ല. നിങ്ങൾ തിന്നുന്ന പിന്നെ നെല്ലും ഗോതമ്പും ചോളവും ഒക്കെ നിങ്ങൾ മണ്ണിൻ്റെ ഉള്ളിൽ വെച്ചിട്ടല്ലേ പിന്നെ കൃഷിക്കാർ. അൻതും തസ്റഊനഹു, പിന്നെ നിങ്ങൾ അതിനെ പുറത്തേക്ക് കൊണ്ടുവരുന്നത്? അം നഹ്നു സാരിഊൻ, അതല്ല നാമാണോ കൊണ്ടുവരുന്നത്? എന്താ മറുപടി അള്ളാഹിനോട്? നമ്മൾ അല്ല അവർ? വല്ലൗ നശാഉ ലജഅൽനാഹു ഹുതാമൻ ഫദൽതും തഫക്കഹൂൻ. ഞാൻ വിചാരിച്ചാൽ അതിനൊക്കെ കരിച്ച് വെണ്ണീറാക്കി കളയും. എല്ലാം ഇങ്ങനെ പച്ചപ്പ് നിറഞ്ഞ് നിൽക്കുകയാണ് നെല്ല്. അപ്പോഴാണ് ഉത്തരേന്ത്യയിലും പഞ്ചാബിലൊക്കെ വന്നത് എന്ത്? ഉപ്പുതുള്ളൻ, ജറാദ്. അവർ കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് ഷറബറാന്ന് എവിടെന്നാ വന്നതെന്ന് അറിയില്ല. പക്ഷെ വന്ന് പാറി പോകുമ്പോഴേക്കും ഗോതമ്പും നെല്ലെല്ലാം അതിൻ്റെ വഴിക്ക് പോയിട്ടുണ്ട്. കോടികളുടെ നഷ്ടം ഇന്ത്യ രാജ്യത്തിന്. അം നഹ്നു സാരിഊൻ. അള്ളാഹുവിന്റെ ചോദ്യം ഇതാണ്, ഞാനാണോ അല്ല നിങ്ങളാണോ? നമുക്ക് ഒറ്റ മറുപടി, അല്ലാഹുവേ നീ മാത്രമാണ്, ഒരു കിബറും നമുക്കില്ല. അതാണ് അള്ളാഹു സൂറ യാസീനിൽ പറഞ്ഞത്. അതുകൊണ്ടാണ് നരബാധിപ്പിക്കുന്ന ചില ആയത്തുകൾ സൂറ യാസീനുണ്ടെന്ന് പറയാൻ കാരണം. അന്തം കിട്ടൂല ചിന്തിച്ചാൽ. മാത്രമല്ല, മനുഷ്യന്മാർക്ക് തിന്നാനുള്ള എന്ത് വിശദീകരിക്കാം? വജഅൽനാ ഫീഹാ ജന്നാത്ത്, തോട്ടങ്ങൾ തന്നെ നാം ഉണ്ടാക്കി. മിൻ നഖീലിൻ വഅഅനാബ്, പലതും ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട മനുഷ്യന്റെ ഭക്ഷണത്തിൽ ഏറ്റവും അധികം ചേർക്കേണ്ടുന്ന രണ്ടെണ്ണം പറഞ്ഞു തന്നു. അതേതാ? നഖീലും അഅനാബും, ഈത്തപ്പഴവും മുന്തിരിയും. മാത്രമല്ല, അങ്ങനെ തോട്ടമുണ്ടായതിനെ കൊണ്ട് മാത്രം കാര്യമില്ല, വെള്ളം എത്തിക്കണ്ടേ? ഇത് ചിലപ്പോൾ നമുക്ക് കേരളക്കാർക്ക് മനസ്സിലാവില്ല. കാരണം കാണുന്നതെല്ലാം എന്താ? തോടും കുളവും വെള്ളവും മാത്രമേ ഉള്ളൂ. അറബികൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. കാരണം ഇത് ഇറങ്ങുന്ന എവിടെയാ? മക്കത്തല്ലേ? സൂറത്ത് മക്കിയല്ലേ യാസീൻ. മക്ക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, മലകളും പാറക്കെട്ടുകളും മാത്രമേ അവിടെ ഉള്ളൂ. ആകെയുള്ള ജലസ്രോതസ്സായിരുന്നു ഒന്ന് സംസം. അന്ന് സംസമിൻ്റെ അടുത്തേക്ക് ഇബ്രാഹിം അലൈഹിസ്സലാം കുടുംബത്തെ കൊണ്ടാക്കുമ്പം പേരിന് ഒരു ഇല എന്ന് പറയാൻ, ഒരു പുല്ല് എന്ന് പറയാൻ ഒരു സാധനം അന്ന് മക്കത്തില്ല. ഇബ്രാഹിം നബി എന്ന് പറഞ്ഞു, റബ്ബന ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദീ സറഅൻ. അല്ലാഹുവേ, ഒരു പുല്ല് പോലും ഇല്ലാത്ത സ്ഥലത്ത് എൻ്റെ കുടുംബത്തെ ഞാൻ കൊണ്ടാക്കിയത് എന്ന് വെച്ചാൽ അവിടെ വെള്ളമില്ല. ഇഴജന്തുക്കൾ പോയിട്ട് മറ്റെന്താ പറയുക, പ്രാണിയല്ല, പിന്നെ ചെറിയ ഹശറാത്തുകളില്ലേ, കീടങ്ങൾ, അല്ലെങ്കിൽ ഈ മൂട്ട, അതുവരെ ആ ഭാഗത്തില്ല. കാരണം വെള്ളത്തിൻ്റെ കണിക പോലും ഇല്ലാത്ത സ്ഥലം. അതുകൊണ്ട് അറബികൾക്ക് ഇത് കേൾക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. പിന്നെ എങ്ങനെ അവിടെ പിന്നെ മരം വളരുക, തോട്ടം എങ്ങനെ വളരുക? പേടിക്കണ്ട, ഞാൻ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഒഫജ്ജർന, ഭൂമിയിൽ എവിടെയോ അടിയിൽ കൂടെ ഒഴുകുന്ന വെള്ളത്തെ ഞാൻ എന്ത് ചെയ്തു? ഞാൻ പറഞ്ഞു, അല്ലാഹ് ഖാലിക്കല്ലേ മാലിക്കല്ലേ, പറഞ്ഞ പോലെ മഖ്ലൂക്ക് കേൾക്കുമല്ലോ. ഇവിടെ നിന്ന് കുറച്ച് പൊങ്ങിക്കോ, അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നു. കുറേ പാറക്കെട്ടുണ്ട്, നീ കുറച്ച് ഇറക്കിക്കോ, അത് കയറിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് വന്നു. ഒഫജ്ജർന
എന്തൊക്കെ ഞാൻ പൊട്ടിച്ചു കൊണ്ടുവന്നതാണ്. കാരണം ഇതെൻ്റെ മഖ്ലൂഖാണ്, നിങ്ങളെ മിൽക്കിയത്തിലുള്ളതല്ല. നിങ്ങൾക്ക് സാധിക്കില്ല. നിങ്ങളേതെങ്കിലും പോയിട്ട് ഒരു പാറ കൊത്തി പൊളിച്ചാൽ ഇവിടുന്ന് വെള്ളം വരില്ല. അള്ളാന്റെ ഈ വാക്കിനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ആൾക്കാർ എന്ത് ചെയ്യും? അതൊന്ന് പാറ പൊളിച്ചു നോക്കിയാനോ? കാരണം അത് നിങ്ങളതല്ല, എൻ്റെതാണ്, ഞാൻ പറയണം. അതാണ് മാലിക്. അള്ളാന്റെ മിൽക്കിയത്ത് എന്ന് പറഞ്ഞാൽ അതാണ്. ഞാൻ എന്തൊന്നിനെ ഉടമസ്ഥപ്പെടുത്തുന്നുവോ അത് ഞാൻ പറയുന്നിടത്ത്. ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹാ വഅഖ്റജത്തിൽ അർദു അസ്ഖാലഹാ വഖാലൽ ഇൻസാനു മാ ലഹാ യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ ബിഅന്ന റബ്ബക ഔഹാ ലഹാ. നിന്റെ റബ്ബ് ആ ഭൂമിക്ക് കൽപ്പന കൊടുത്തതാണ്. കാരണം ഭൂമി അള്ളാന്റെ സൃഷ്ടിയാണ്, പറയും പോലെ കേൾക്കും. നമ്മൾ പറഞ്ഞാലോ, ഇപ്പോൾ ഇവിടെ ഒരു മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ട് ഞാൻ പറയാണ്, അല്ലയോ മെഴുകുതിരി, ഇപ്പോൾ ഒരു ചങ്ങാതി വന്ന് കൈവെക്കും, ആ കൈ നീ കത്തിക്കരുത്. നിങ്ങൾ അതിനെപ്പറ്റി എന്താ പറയാ? സംതിങ് റോങ്, ഇയാൾക്ക് എന്താ വരുന്ന വഴിക്കെന്തും കായ. പക്ഷെ ഉടമസ്ഥനായ റബ്ബ് വിളിച്ചു യാ നാർ. അപ്പോൾ നമ്മൾ എന്താ പറയാ? ഉടമസ്ഥൻ്റെ വിളിയാണ്. കാരണം ഞാൻ അള്ളാൻ്റെ സൃഷ്ടിയാണ്. ആ സൃഷ്ടാവ് വിളിച്ചാൽ ആ സൃഷ്ടി വിളി കേൾക്കും. വിളിച്ചു പറഞ്ഞല്ലേ കൂനി ബർദം വസലാമൻ, തണുപ്പുള്ളതായിക്കൊള്ളണം. വെറും തണുപ്പല്ല, എയർ കണ്ടീഷൻ. ലോകത്തെ ആദ്യത്തെ എയർ കണ്ടീഷൻ ഇതാണ്. ഇത് ഇബ്രാഹിം നബിൻ്റെ തീകൊണ്ടം, ബർദും സലാമും. സുബ്ഹാന റബ്ബിയൽ അഅല. അപ്പോൾ ഈ കൃഷികൾ വളരാൻ മാത്രമുള്ള അരുവികളെ എവിടെ നിന്നല്ലോ ആയി ഞാൻ എന്ത് ചെയ്തു? ഒഴുക്കി അവർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്തു. എന്തിനാണ് ഇതൊക്കെ? അടുത്ത ആഴ്ച നോക്കിക്കോളൂ. ലിയകുലു, അർത്ഥം നോക്കിക്കോളൂ. ലിയകുലു, അവർ ഭക്ഷിക്കുവാൻ വേണ്ടി. അകല യകുലു, അതിൻ്റെ മുസ്തഖ്ബിലാണത്. ലിയകുലു, അവർ ഭക്ഷിക്കുവാൻ വേണ്ടി. എന്ത്? മിൻ സമരിഹി, അതിൻ്റെ പഴങ്ങളിൽ നിന്നും. സമർ, ഫലം അല്ലെങ്കിൽ പഴം, രണ്ടും പറയാം. പിന്നെയോ വമാ അമിലത്തുഹു, രണ്ടർത്ഥങ്ങളുണ്ട്, ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഒന്ന് ലിയകുലു, അവർ തിന്നുവാൻ വേണ്ടി. മിൻ സമരിഹി, അതിൻ്റെ, ഏതിൻ്റെ? ആ ഹീ മടങ്ങുന്ന എങ്ങോട്ടാ? അല്ല, ഒയൂൻ. ഒയൂൻ, അരുവികൾ. എന്തുകൊണ്ടാണെന്നറിയോ? ആ അരുവികളിലൂടെ വെള്ളം വന്നപ്പോഴാണ് തോട്ടം എന്തായത്? നനഞ്ഞതും വളർന്നതും പഴമുണ്ടായതും. അതുകൊണ്ട് ആ അരുവികളിലൂടെയുള്ള പഴത്തിൽ നിന്നും അവർ തിന്നുവാൻ വേണ്ടി. അതാണ് കണക്ഷൻ. പിന്നെന്ത് തിന്നുവാൻ? ഒരർത്ഥം പറയാണ് വമാ, ഒന്നും. വമ, ഒന്നും. മിൻസമരിഹി, പഴം തിന്നുവാൻ. വമ, ഒന്നും തിന്നുവാൻ. അതേതാ? അമിലത്തുഹു, അതിനെ ഉണ്ടാക്കി. ഐദീഹിം, അവരുടെ കൈകൾ. എന്ന് പറഞ്ഞാൽ കൃഷി. അതായത് മനുഷ്യൻ അവൻ്റെ വകയായി ചെലവഴിച്ച ചില കാര്യങ്ങളിലൂടെ ഉണ്ടായതും അല്ലെങ്കിൽ ഉണ്ടാക്കിയതും തിന്നാൻ. ഇബ്നു നസീബ് റഹ്മത്തുള്ളാഹി തആല മനോഹരമായി രണ്ടർത്ഥം പറഞ്ഞു. അതിലൊന്ന്, ഒന്നുകിൽ ഈ പറഞ്ഞ അള്ളാഹു തന്ന പഴങ്ങളെ അവനവൻ്റെ കൈകൾ കൊണ്ട് എന്ത് ചെയ്യുന്നു? വ്യത്യസ്ത കോലത്തിലേക്ക് മാറ്റുന്നു. ഈത്തപ്പഴം എന്താക്കാം? ജ്യൂസാക്കാം. പിന്നെന്താക്കാം? മരുന്നാക്കാം. പിന്നെ നിനക്ക് സൗകര്യം എന്തോ ഉണ്ടാക്കിയിട്ടില്ലേ? അത് വല്ലാണ്ടൊന്നും വിജയിച്ചിട്ടില്ലാന്ന് തോന്നുന്നല്ലേ? അതാക്കാം. അതാണ് വമാ അമിലത്തുഹു ഐദീഹിം. അല്ലെങ്കിൽ ഇപ്പം നെല്ലെല്ലാം മുളപ്പിച്ചു തന്നു, നമ്മൾ പറിച്ചു. ഇനി വമാ അമിലത്തുഹു ഐദീഹിം, ചോറാക്കാം, അവലാക്കാം, പൊരിയാക്കാം. അതാണ് വമാ അമിലത്തുഹു ഐദീഹിം. നാം നൽകിയ പഴങ്ങളും അതും തിന്നാം. പിന്നെ അത് ഉപയോഗിച്ചുകൊണ്ട് അവരുടെ കൈകൾ എന്തുണ്ടാക്കിയോ അതും തിന്നാം. ഇതാണ് ഒരർത്ഥം. അപ്പോൾ അങ്ങനെ അർത്ഥം പറയാം. ലിയകുലു, അവർക്ക് ഭക്ഷിക്കുവാൻ വേണ്ടി. മിൻ സമരിഹി, അതിൻ്റെ പഴത്തിൽ നിന്നും. വമാ അമിലത്തുഹു, വമാ, ഒന്നും ഭക്ഷിക്കാൻ വേണ്ടി. എന്ത്? അമിലത്തുഹു, അതിനെ ഉണ്ടാക്കി. ഐദീഹിം, അവരുടെ കൈകൾ. നാം കൊടുത്ത പഴത്തെ അവരെന്ത് ചെയ്തു? അവർക്കനുസരിച്ച് ഉണ്ടാക്കി. ഇതൊരർത്ഥം. രണ്ടാമതൊരു അർത്ഥം, വമാ അമിലത്തുഹു എന്ന് പറഞ്ഞാൽ ധാന്യം ഞാൻ അവർക്ക് കൊടുത്തു. പിന്നെ കൃഷിക്കാരെന്ത് ചെയ്തു? അതിനെ കൃഷി ചെയ്ത്. കൃഷിയല്ല, കൃഷി എന്ന് പറയുമ്പോൾ ചെറിയ പണിയല്ല. അബുൽ ഹസൻ അലി നദ്വിക്ക് ഒരു ചെറിയ കൃതിയുണ്ട്.
അൽ ഖിറാഅത്തു റാഷിദ, ചിലപ്പോൾ ശേഖൻ അറിയായിരിക്കും, അറബി പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അതിൽ ഖുബുസിൻ്റെ കഥ പറയുന്നുണ്ട്. ഖുബുസ് എന്ന് പറഞ്ഞാൽ നമ്മൾ റൊട്ടിയില്ലേ പത്തിൽ, അതെങ്ങനെയാണ് എൻ്റെ മുമ്പിൽ പ്ലേറ്റിൽ എത്തിയത് വരെ എന്നുള്ള കഥ മൂപ്പർ വിശദമായി അള്ളാഹുവിൻ്റെ നിയമത്ത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട്. അതായത് പിന്നെ കൃഷിക്കാരൻ അത് കൃഷിയിലിടുന്നതും അങ്ങനെ എന്തെല്ലാം പ്രോസസ്സിങ് കഴിഞ്ഞിട്ടാണോ അതെത്തുന്നതെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒറ്റടിക്കല്ല, ഞാൻ കൊടുത്തു, പിന്നെ അമിലത്തുഹു ഐതിഹി, മനുഷ്യൻ ഭൂമി പാകപ്പെടുത്തി, പിന്നെ അതിൻ്റെ മണ്ണ് നോക്കി, പിന്നെ അവിടെ വളമിട്ടു, പിന്നെ കൃഷിയിട്ടു, പിന്നെ അതിൻ്റെ കാലാവസ്ഥ നോക്കി, പിന്നെ അങ്ങനെ 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 അമിലത്തുഹു ഐതിഹ്യം, അവരുടെ കൈകൾ പ്രവർത്തിച്ചതിൽ, അവരുടെ കൈകൾ കൊണ്ടുണ്ടാക്കിയതും അവർക്ക് ഭക്ഷിക്കാൻ വേണ്ടി. ഇതാണ് രണ്ട് അർത്ഥങ്ങൾ. ഇനി മറ്റൊരു അർത്ഥം, ആ മാ നഫീൻ്റെ മായാണ് എന്ന് പറഞ്ഞാൽ ഇല്ല, അതായത് എൻ്റെ മാത്രം എന്ന് പറയുകയാണല്ലോ. വമാ അമിലത്തുഹു, അതിനെ ഉണ്ടാക്കിയിട്ടില്ല എന്ത്, ഐതിഹ്യം, അവരുടെ കൈകൾ. അത് മനസ്സിലായോ? അതായത് മനുഷ്യന്മാർക്ക് അതിലെന്തില്ല, യാതൊരു പങ്കുമില്ല, ഞാൻ അവർക്ക് തിന്നാൻ കൊടുത്തതാണ് അവർ തിന്നുന്നത്. ഈ മൂന്നർത്ഥങ്ങളും തഫ്സീറിൻ്റെ കിതാബുകളിൽ കാണാം. മനസ്സിലായില്ലാന്ന് തോന്നുന്നു, ചെറുങ്ങനെ ഉറക്കം ഒന്നും തോന്നുന്നു. യൂസുഫാല ചായക്ക് സമയമായി തോന്നുന്നു. സുബ്ഹാനറബ്ബി, ശരി, ഇല്ല, ചൂട് പോയി. ഖൈർ ഖൈർ, മാഷാ അല്ലാഹ്. അപ്പൊ ലിയഅ്കുലു, അവർ ഭക്ഷിക്കുവാൻ വേണ്ടി, മിൻ സമരിഹി, അതിൻ്റെ പഴങ്ങളിൽ നിന്ന്, വമാ അമിലത്തുഹു, വമാ ഒന്നും ഭക്ഷിക്കാൻ വേണ്ടി, അമിലത്തുഹു അതിനെ ഉണ്ടാക്കി, ഐദീഹിം അവരുടെ കൈകൾ, അതും ഭക്ഷിക്കാൻ വേണ്ടി. അല്ലെങ്കിൽ വമാ അമിലത്തുഹു അതിനെ ഉണ്ടാക്കിയിട്ടില്ല, ഐദീഹിം അവരുടെ കൈകൾ, അഥവാ അവർക്ക് യാതൊരു പങ്കുമില്ല, ഞാൻ തന്നെ കൊടുത്തതിൽ നിന്നും ഭക്ഷിക്കുവാൻ വേണ്ടി. അതിൻ്റെ മുകളിലൊരു ചിഹ്നം കാണുന്നില്ലേ, ജീമ ഉള്ളത്. ഖുർആനിൽ എന്താണല്ലേ, സിലയല്ലേ, സില. സില എന്ന് പറഞ്ഞാൽ എന്താ, ജീമാണെങ്കിൽ രണ്ടും ഒരേ അർത്ഥം ഏകദേശം. വഖഫ് ജായിസ്, ജീമിൻ്റെ അർത്ഥം ജായിസ്, ജായിസിൻ്റെ അർത്ഥം എന്താ, നിർത്തൽ അനുവദനീയം, നിർത്താം. സുലയാണെങ്കിൽ നിർത്താം, പക്ഷെ ചേർത്തി യോതലാണ് ഉത്തമം, അതാണ് സൂചിപ്പിക്കുന്നത്. സുലത്ത് എന്ന് പറഞ്ഞാൽ ചേർക്കൽ എന്നല്ലേ. ഖുർആനിൽ ജീമാണല്ലോ അല്ലേ, ചില പ്രിന്റിൽ സുലയാണുള്ളത്. ഐതിഹ്യൻ്റെ അടുത്ത്, അപ്പോൾ അവിടെ വേണമെങ്കിൽ നിർത്താം, പക്ഷെ ചേർത്തി യോതലാണ് ഉത്തമം. അത് നമ്മുടെ ശ്വാസം അനുസരിച്ച്. അഫല താണ്ട്, അത് ഓക്കെ, അർത്ഥം ഓക്കെയാണ്. മുത്തലഖ്, ഒന്ന് നിരുപാധികം നിർത്താം, പ്രത്യേകിച്ച് നിയമങ്ങൾ നിർത്തുന്നവർക്ക്. കാരണം എന്താ അറിയോ, അവിടെ ലഫ്ദും മാനയും ഒക്കെ പൂർത്തിയാവുന്നുണ്ട്. ബാക്കി വരുന്നതിനോട് എന്തില്ല, കണക്ഷൻ മുറിഞ്ഞു പോകാനുള്ള ചാൻസുകളൊന്നുമില്ല. അതുകൊണ്ട് എന്ത് ചെയ്യാം, നിർത്താം. പക്ഷെ എന്നാലും ചേർത്ത് ഓതിയാൽ അഫ്ദൽ, ഒരേ അർത്ഥത്തിൽ അങ്ങനെ പോയിക്കോളും. അഫലാ യശ്കുറൂൻ, അല്ലാഹ് നിർത്തി നോക്കിയേ. അഫലാ യശ്കുറൂൻ, ഇത്രേ ഞാൻ ചെയ്തിരുന്നില്ലടോ, ഒന്ന് നന്ദി കാണിച്ചോടോ വൈ, ഇതാണ് നല്ല ചോദ്യം. അവർ നന്ദി കാണിക്കുന്നില്ലേ? ഇമാം ഷൗക്കാനി റഹ്മഹുല്ലാഹു തആല അഫലാ യശ്കുറൂൻ അർത്ഥം പറഞ്ഞ എന്താ അറിയോ, അഫലാ യുവഹിദൂൻ, ഇത്രയും ഞാൻ ചെയ്തിട്ട് അവർക്ക് മുവഹിദുകളായിക്കൂടെ, പിന്നെ എന്തിനാ എന്നെ വിട്ടിട്ട് പോകുന്നു? ശരിയല്ലേ? അള്ളാഹു അല്ലാത്ത ഒരാളെ നമ്മൾ വിളിക്കുന്നെങ്കിൽ ഈ പറഞ്ഞ പരിപാടിയിൽ ഏതിലെങ്കിലും അവർക്ക് എന്തെങ്കിലും ഒരു പാർട്ണർഷിപ്പ് ഉണ്ടാവണം, ഒരു കഴിവുണ്ടാവണം. ഇല്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം അവരൊക്കെ ജനിക്കുന്നതിന് മുമ്പേ എന്തുണ്ട്, തോട്ടങ്ങളും അരുവികളും ഒക്കെ അള്ളാഹു ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത്രയും ഞാൻ പറഞ്ഞു തന്നിട്ടും അഫലാ യുവഹിദൂൻ, പിന്നെ എന്നെ മാത്രം നിങ്ങൾക്ക് വിളിച്ചൂടെ? എന്ത് മറുപടി അള്ളാഹിനോട് ഈ മനുഷ്യൻ പറയാം? സാമാന്യ ബുദ്ധിയുള്ള മനുഷ്യൻ, ഉലൈക കൽ അൻആം എന്ന് പറഞ്ഞ മനുഷ്യൻ എന്ത് പറയും? ഒന്നും പറഞ്ഞാൽ ശരി, നമുക്ക് മറ്റൊരു വേണം. നിങ്ങൾ എന്ത് പറഞ്ഞാലും എന്ത് തെളിവ് നിരത്തി പറഞ്ഞാലും നമ്മളാരെ വിളിക്കുള്ളൂ? ആരെ? മാസി അല്ലാഹ്. അല്ലാത്ത എല്ലാം ഇതിൽപ്പെട്ടു, അള്ളാഹു അല്ലാത്ത എല്ലാം ഇതിൽപ്പെട്ടു. അഫലാ യശ്കുറൂൻ, നന്ദി കാണിക്കുന്നില്ലേ? ഇതാണ് അള്ളാഹുവിൻ്റെ ചോദ്യം. ആയത്തിൻ്റെ അർത്ഥം എന്നുള്ള പറയാം. ലിയഅ്കുലു, അവർ ഭക്ഷിക്കുവാൻ വേണ്ടി, മിൻ സമരിഹി, അതിൻ്റെ പഴങ്ങളിൽ നിന്നും, വമാ അമിലത്തുഹു ഐദീഹിം, അവരുടെ കൈകൾ ഉണ്ടാക്കിയതിൽ നിന്നും ഭക്ഷിക്കുവാൻ വേണ്ടിയും. അഫലാ യശ്കുറൂൻ, അവർ നന്ദി കാണിക്കുന്നില്ലേ? എന്നാണ് അർത്ഥം. ഇനി തിലാവത്ത് നോക്കിക്കോളൂ.
ലിയകുലു ലിയകു ലിയകുലു എന്ന് പറയില്ല, ലിയകു. കാരണം ഹംസക്ക് സുക്കൂൻ ഹാഫ് സുക്കൂനാണ്. ലിയകുലു. കാഫോ, കാഫിന്റെ മഖ്റജ് എവിടെ? ഖാഫിന്റെ മഖ്റജിനോട് അടുത്ത് അല്പം വെളിയിൽ നിന്നും. അപ്പൊ ഖാഫിന്റെയും അറിയണം. കാഫ് അറിയണമെങ്കിൽ ഖാഫിന്റെ എവിടുന്ന? നാവിന്റെ അങ്ങേയറ്റം നേരെ മേലണ്ണാക്കിനോട് ചേർത്ത് ഖ. ആ അണ്ണാക്കിനാണ് മുട്ടിച്ചാൽ മതി. ഖ ഖ ഖി ഖ ഖുൻ ഖ ഖി ഖ ഖുൻ ഖ ഖി ഖുനൽ ഖാന ഖുന. അങ്ങനെ പറഞ്ഞ് പഠിക്കണം. അതിന്റെ കുറച്ച് ഇപ്പുറത്തു നിന്നാണ് ക. അതായത് നാവിന്റെ അക്ഷരം തുടങ്ങുന്ന അങ്ങേ അറ്റത്ത് നിന്ന് തുടങ്ങി പിന്നെ കുറച്ച് ഇപ്പുറത്തേക്ക് കാഫ് വന്നു, നടുക്കുന്ന ജീം ഷീൻ യാ, പിന്നെ സൈഡിൽ നിന്നാണ് ഏത് ബാദ്, പിന്നെ എല്ലാം അറ്റത്താണ്, ബാക്കി എല്ലാം അറ്റത്തു നിന്നാണ്. അപ്പം ക കുറച്ചിങ്ങോട്ട്. ലിയകുലൂ മിൻ സ. എന്താ നിയമം? മിൻ സ. സാക്കിനായ നൂനിന് ശേഷം സ വന്നാൽ ഇഖ്ഫാ ചെയ്യണം, മറച്ച് മണിച്ച്. മിൻസ അല്ല, അപ്പൊ നൂനെ മറക്കുന്നില്ല, ഇഖ്ഫാ വരുന്നില്ല, അവിടെ പോയി. എവിടുന്ന് മണിക്കണം? ഖൈഷൂം തരിമൂക്കുന്ന്. മിൻസ. സാന്റെ മഖ്റജ് എവിടെ? സീൻ അല്ല, ഏതൊക്കെയാ സാന്റെ കൂടെയുള്ള? എന്തൊക്കെയാ? ദാല്, ദ. ഇതാണ് മൂന്നെണ്ണം. നാവിന്റെ അഗ്രം മുകളിലത്തെ മുൻപല്ലിന്റെ ചാരത്ത് സ, അതായത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കാറ്റ് പുറത്തേക്ക് വരണം. സ. മിൻസ. ലിയകുലൂ മിൻ സമരിഹി. മിൻ സമരിഹി. ആഹി എന്ത് കസറാണ്? നീട്ട് കസറാണ്. അതായത് രണ്ട് ഹർക്കത്ത് നീട്ടിയിട്ട് വേണം പറയാൻ. അപ്പം എങ്ങനെ പറയില്ല? മിൻ സമരിഹി വ പറയില്ല. മിൻ സമരിഹി വമ. അഹി രണ്ട് ഹർക്കത്ത് നീട്ടണം. ലിയകുലൂ മിൻ സമരിഹി. ഹായാണ് ഹ, തൊണ്ടയുടെ താഴ്ഭാഗത്ത് നിന്നുള്ള ഹ. ലിയകുലൂ മിൻ സമരിഹി വമ അമിലത്ഹു. വമ വാവ് ശ്രദ്ധിക്കണം. പിന്നെ ആമി, ആമി ഐനാണ്, അമി അല്ല, ഐനാണ് തൊണ്ടയുടെ മധ്യം. വമ ആമി. മീ പറയുമ്പോൾ രണ്ട് ചുണ്ടിന്റെയും ഉണങ്ങിയ ഭാഗം മുട്ടണം. വമ ആമി. പിന്നെ ലത്ഹു, ലത്ഹു, ലത്ഹു അല്ല, ലത്ഹു. ഒരു ചെറിയ കാറ്റ് പോയിട്ടുള്ള ഹാഫ് സുക്കും കൊടുത്തിട്ട്. താന്റെ മഖ്റജ് എവിടെയാ? താ എന്ന് പറയാം. ഏത്? താ അതല്ല. നാവിന്റെ അഗ്രം മുകളിലത്തെ മുൻപല്ലിന്റെ ഊനിലാണ്. ത ദ ത. ഈ മൂന്നെണ്ണം. ത ദ ത. പ പറയുമ്പോൾ നാവ് ഒന്ന് പൊന്തും, ചുണ്ട് പൊന്തൂല, നാവ്. മറിച്ച് എങ്ങനെയല്ല? ത്വാ അല്ല, ത്വാ സ്വ, ഇത് രണ്ടും ഇല്ല. ത. നാവിന്റെ അഗ്രം മുകളിലത്തെ മുൻപല്ലിന്റെ ഊന് മീൻസ് ഉള്ളിലൊരു തടിപ്പില്ലേ, അവിടെ ത ത. അവിടെ വേണം നാവ് കൊള്ളാൻ. വമാ അമിലത്ഹു. അമിലത്ഹു. ഉ അല്ല, ഹു. തൊണ്ടയുടെ താഴ്ന്നു വരണം. ആ ഹു, ആ ദമ്മ് നീട്ടു ദമ്മയല്ല. അവിടെ എന്ത് ചെയ്യാൻ പറ്റൂല? ഹു ഐദി എന്നല്ല പറയാ. വമാ അമിലത്ഹു ഐദീഹിം. പിന്നെ എങ്ങനെ പറയില്ല? വമാ അമിലത്ഹു ഐദി എന്നല്ല പറയാ. വമാ അമിലത്ഹു ഐദീഹിം. ഐദീഹിം. അവിടെ വേണമെങ്കിൽ വഖഫ് ചെയ്യാം. അഫലാ യശ്കുറൂൻ. യശ് ഷീന്റെ മഖ്റജ് ജീം ഷീൻ യ. നാവിന്റെ മധ്യം, നാവിന്റെ നടുഭാഗം മുകളിൽ തട്ടലാണ്. ഷി ഷ. അഫലാ യശ്കുറൂൻ. ആ ലാസ്റ്റത്തെ വഖഫ് നേരത്തെ പറഞ്ഞ മദ് ആദിദ് സുക്കൂൻ. ആദിദ് എന്ന് പറഞ്ഞാൽ താൽക്കാലികം. ഇപ്പൊ താൽക്കാലികമായി വന്ന സുക്കൂൻ കാരണത്താലുള്ള മദ്, അതിന്റെ അർത്ഥം മദ് ആദിദ് സുക്കൂൻ. ആ നീട്ടി വഖഫ് ചെയ്യാം. ഒതുക്കോളൂ. ലിയകുലൂ മിൻ സമരിഹി വമാ അമിലത്ഹു ഐദീഹിം അഫലാ യശ്കുറൂൻ.
ليأكلوا من ثمره وما عملته أيديهم أفلا يشكرون. അപ്പം 35 ആയത്ത് അള്ളാഹു മനസ്സിലാക്കി പഠിച്ച് അമൽ ചെയ്യാൻ തൗഫീഖ് തരട്ടെ. ഇവിടെ ഇബ്നു ഉസൈമീൻ റഹ്മഹുല്ലാഹു തആല പറയുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതിയുണ്ട്. അതായത് ശുക്ർ എന്നാൽ എന്ത്? നന്ദി എന്നല്ലേ സാധാരണ നമ്മൾ പറയുക. നന്ദി പറയാം അള്ളാഹുവിനോട് ഒരടിമ. ഒരർത്ഥത്തിൽ അഫലാ യശ്കുറൂൻ തൗഹീദാണ്. ഇതൊക്കെ തന്ന റബ്ബിനോട് കാണിക്കേണ്ട നന്ദിയുടെ കൂട്ടത്തിൽ ഏറ്റവും വലുത് ആ അടിമ മുവഹിദാവുക എന്നുള്ളതാണ്. തൗഹീദില്ലാതെ ഒരാൾ അയാളുടെ ഒരു 80 കൊല്ലം ജീവിച്ചിരുന്നെങ്കിൽ ആ 80 കൊല്ലവും മുഴുവൻ ഇബാദത്തുകൾ ചെയ്താലും അത് ശുക്റായിട്ട് അള്ളാഹു പരിഗണിക്കുന്ന പ്രശ്നമില്ല. കാരണം എന്തില്ല? അസ്ലില്ല, തൗഹീദില്ല. തൗഹീദാണ് ശുക്റിന്റെ കൂട്ടത്തിലെ അസ്ൽ, അടിസ്ഥാനം. അപ്പൊ നീ ഷാക്കിറാവുക എന്ന് പറഞ്ഞാൽ മുവഹിദാവുക എന്നാണ് ഇതിനർത്ഥം. കാരണം അള്ളാഹുവിനോടുള്ള അടിമകളുടെ ഹക്ക് തൗഹീദ് മാത്രമേ ഉള്ളൂ. അതായത് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹുവിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ കഴുതപ്പുറത്ത് ബാക്കിൽ ഇരുത്തി. അങ്ങനെ യാത്ര തുടരുകയാണ്. വിളിച്ചു, യാ മുആദ് ലബ്ബൈക യാ റസൂലല്ലാഹ്. പിന്നൊന്നും മിണ്ടുന്നില്ല. കഴുത കുറേ മുമ്പോട്ട് നടന്നു. രണ്ടാമതും യാ മുആദ് ലബ്ബൈക യാ റസൂലല്ലാഹ്. മിണ്ടുന്നില്ല. മൂന്നാമതും യാ മുആദ് ലബ്ബൈക യാ റസൂലല്ലാഹ്. എവിടെ ഇരിക്കുന്നു? കഴുതപ്പുറത്ത് എന്ന് പറഞ്ഞാൽ എത്ര ഗ്യാപ്പ് ഉണ്ടാവും? ഗ്യാപ്പില്ല. കഴുതപ്പുറത്തിരിക്കുമ്പോൾ ഗ്യാപ്പില്ല. പിന്നെ ഇതിനെ 3 വട്ടം വിളിച്ച് പറയാൻ പോകുന്ന കാര്യം കുറച്ച് കടുപ്പപ്പെട്ട കാര്യമാണ്. അപ്പോൾ കുറച്ച് ശ്രദ്ധ കൂട്ടിയിട്ട് വിളി. ശരി, എന്താ റസൂലേ? അതദ്രി മാ ഹഖ്ഖുല്ലാഹി അലൽ ഇബാദ് വഹഖ്ഖുൽ ഇബാദി അലല്ലാഹ്. ഉമാദേ, നിനക്കറിയോ അടിമകൾക്ക് എന്താ അള്ളാഹുവിനോടുള്ള കടപ്പാട്, തിരിച്ച് അള്ളാഹ്ക്ക് ഇങ്ങോട്ടുള്ള കടപ്പാട് എന്താണെന്നറിയോ? ഖുൽതു അല്ലാഹു വറസൂലുഹു അഅലം. ഞാൻ പറഞ്ഞു അള്ളാഹു അല്ലാഹുവിൻ്റെ റസൂലാണ് ഏറ്റവും അറിയുന്ന ആൾ. പറഞ്ഞു അടിമക്ക് അള്ളാഹിനോടുള്ള ഒറ്റ ഹക്ക് അവന് മാത്രം ഇബാദത്ത് ചെയ്യലാണ്, അവനോട് ശിർക്ക് ചെയ്യാതിരിക്കലാണ്. നിസ്കാരമല്ല, നിസ്കാരം ഹക്കല്ല. നിസ്കാരം ആ ഹക്ക് പൂർത്തിയാക്കിയ ആള് അത് സത്യമാക്കാനായി ചെയ്യേണ്ട അമലാണ് നിസ്കാരം. അതിന് മുമ്പാണ് എന്ത്? ഹക്ക് പൂർത്തിയാക്കൽ. അപ്പൊ ഹക്ക് പൂർത്തിയാക്കാണ്ട് നിസ്കരിച്ചാലോ നിസ്കാരമില്ല. അത് നിസ്കാരമല്ല. അതായത് അയാളുടെ നിസ്കാരം സഹിയാവുന്നതല്ല, അത് നിസ്കാരമല്ല, ഒരു സർക്കസാണത്. ഇപ്പം നമ്മൾ പള്ളിയിൽ നിൽക്കുമ്പോൾ നമ്മൾ അപ്പുറത്ത് നിന്ന് കൃഷ്ണകുമാർ വന്നിട്ട് കൈകെട്ടി. പല MLA ഉണ്ടാവില്ലേ? ഇപ്പം നമ്മുടെ തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി വിജയനും റമദാനിൽ പോയിട്ട് നോമ്പെള്ളം തുറന്ന് ദ്വാരം ചെയ്തിട്ട് തറാവീനെ നിസ്കരിച്ചിട്ട് വന്ന ടീമാണ്. അങ്ങനെ വന്നിട്ട് കൈ കെട്ടിയാൽ ഇനി നിസ്കാരം എന്ന് പറയും നമ്മൾ. അത് നല്ല എക്സസൈസാണ് അവരെ സംബന്ധിച്ചിടത്തോളം. എന്തുകൊണ്ട്? ഫാത്തിഹ ഓതുന്നു, സൂറത്ത് ഓതുന്നു, അല്ലാഹു അക്ബർ പറയുന്നു. പക്ഷെ നിസ്കാരമല്ല. കാരണം നിസ്കാരം മുവഹിദിൻ്റെ ജോലിയാണ്. മുവഹിദ് ചെയ്താലേ ഈ കർമ്മങ്ങൾക്ക് എന്ത് പറയൂ? നിസ്കാരം എന്ന പേര് പറയുള്ളൂ. അത് മുവഹിദിൽ നിന്ന് വരണം. കാരണം ഓനാണ് അള്ളാഹിനോടുള്ള ഹക്ക് പൂർത്തിയാക്കി. ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരിക്കൽ യാ ശൈഖ് മുഹീദ്ദീൻ എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഹക്ക് പോയി. അവിടെ നിന്ന് അങ്ങോട്ട് അവൻ ചെയ്യുന്ന ഒരു അമലും എന്തല്ല? അമലല്ല, വെറും പ്രവൃത്തി മാത്രമാണ്. അതുകൊണ്ട് അസ്ല് മനസ്സിലാക്കണം. അഫലാ യശ്കുറൂൻ ചോദിച്ചാൽ എന്താ അർത്ഥം അറിയോ? ഞാൻ നിങ്ങൾക്ക് തിന്നാൻ തന്നു, ഞാൻ നിങ്ങൾക്ക് വെള്ളം തന്നു, ഞാൻ അങ്ങനെയാക്കി, ഞാൻ ഇങ്ങനെയാക്കി. അഫലാ യശ്കുറൂൻ എന്നാൽ പിന്നെ എന്നെ മാത്രം വിളിച്ചാൽ പോരെ? ഇത് അള്ളാൻ്റെ ചോദ്യം. ഇനി അല്ലാത്തവരെ വിളിക്കണമെങ്കിൽ ആ പറഞ്ഞതിൽ എന്തിനെങ്കിലും എന്ത് ചെയ്യണം? മറ്റുള്ളവർക്ക് ഒരു ബന്ധം വേണം. അതിൻ്റെ ഉറപ്പ് അതില്ലാന്നുള്ള കാര്യം നമ്മുടെ മനസ്സ് പ്രകൃതിയാ സമ്മതിക്കുന്ന ഒരു സംഗതിയാണ്. അതാണ് ഒരു വിഷയം. അഫലാ യശ്കുറൂൻ അഫലാ യുവഹിദൂൻ. നിങ്ങളുടെ തൗഹീദ് ഉൾക്കൊള്ളുന്നില്ലേ? വഖലീലും മിൻ ഇബാദിയ ശുക്ർ. ശരിയാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അങ്ങനെ ശുക്ർ കാണിക്കുന്ന എൻ്റെ അടിമകൾ എത്രയുണ്ടാവുള്ളൂ? വളരെ കുറച്ച്. ഞാൻ ഒരു സന്തോഷം കൂടി പറയട്ടെ. ആ കുറച്ചിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന എന്നെയും നിങ്ങളെയും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്. നമ്മൾ നിസ്സാരക്കാരാ? അല്ലാഹു ഖുർആനിൽ പറയാം വഖലീലും മിൻ ഇബാദി. എൻ്റെ അടിമകളുടെ കൂട്ടത്തിൽ വളരെ കുറച്ച് പേരേ ഉള്ളൂ അശ്ശക്കൂർ, അങ്ങനെ ശുക്ർ ചെയ്യുന്നവർ.
എന്നെ നിങ്ങളെ റബ്ബ മുവഹദിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. സുജൂദിൽ നിന്ന് എണീക്കാൻ പറ്റുമോ നമുക്ക്? അതിൻ്റെ വില അറിഞ്ഞാൽ നമ്മുടെ എത്ര അടിമത്ത് അങ്ങോട്ട് കൊടുക്കും. അള്ളാഹുവേ ഒരു ഇതിലാണ് നീ എന്നെ പിടിച്ചിട്ടല്ലോ. അള്ളാഹു ഇസ്തിഖാമത്ത് നസീബാക്കി തരണം. രണ്ടാമത് ഇബ്നു നസീബ് റഹ്മത്തുള്ളാഹി പറഞ്ഞു, ശുക്ർ എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ 3 കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. സലാസത്ത് ഉമൂർ. ഒന്ന്, ഒരു നന്ദിയുള്ള അടിമ എന്ന് പറഞ്ഞാൽ മുവഹിദാൻ കേട്ടോ, ഇതെല്ലാം തൗഹീദുള്ളവർക്ക് ഇനി പറയുന്നല്ല ബാധകം. ഒന്ന്, അൽ ഇഅ്തിറാഫു ബിന്നിഅമ, നിഅമത്ത് എനിക്ക് എൻ്റെ റബ്ബ് തന്നതാണ് എന്ന് സമ്മതിക്കാൻ പറ്റണം. അല്ലാണ്ട് എന്തല്ല ഞാനുണ്ടാക്കിയതല്ല. കാറൂ പറഞ്ഞ പോലെ മുസ്ലിം ആദ്യം കാറും വെറും ഫക്കീറാണ്. മുസ്ലിം ദുആ ചെയ്തു, അള്ളാഹു വാരി കോരി കൊടുത്തു. സക്കാത്ത് വാങ്ങാൻ വേണ്ടി പോയപ്പോൾ പറഞ്ഞു, ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഇൻദി. സക്കാത്ത് എനിക്കറിയാം എത്ര കൊടുക്കേണ്ടത്, ആർക്കാ കൊടുക്കേണ്ടത്, എപ്പാ കൊടുക്കേണ്ടത്. ഞാൻ ഉണ്ടാക്കിയ സാധനമായത്, അതുകൊണ്ട് നീ പറയണ്ട, ഞാൻ കൊടുത്തോളൂ. അള്ളാഹ്ക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. കാരണം എന്താ അറിയോ, അടിമ എപ്പോഴും തന്നവനോട് നന്ദിയുള്ളവനാണ് പറഞ്ഞത്, ആ തന്നത് നീയാണ് എന്ന് സമ്മതിച്ചു കൊടുക്കില്ല. ഈ സയ്യിദുൽ ഇസ്തിഗ്ഫാർ ഏതാ? അല്ലാഹുമ്മ അൻത റബ്ബി ഖലഖതനി വഅന അബ്ദുക വഅന അലാ അഹദിക വവഅദിക മസ്തതഅതു അഊദു സനഅതു അബൂഉ ലക ബിനിഅമതിക അലൈ. ഇസ്തിഗ്ഫാറിൽ ഉൾപ്പെടുത്തി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ എനിക്ക് കിട്ടിയ എല്ലാ നിഅമത്തും ഞാനിതാ സമ്മതിക്കുന്നു, നീ തന്നത് മാത്രമാണ്, എൻ്റെ ഒന്നും അതിലില്ല. ഇതാണ് അടിമ. ഓന് കിബിറുണ്ടാവില്ല. കിബിറപ്പം വരാന്നറിയോ, എന്തോ ഞാനും കൂടി ഉണ്ടാക്കിയിട്ടെന്ന് വന്നാൽ കിബിർ അപകടമാണ്. അതാണ് ശുക്രിൻ്റെ ഒന്നാമത്തെ ഭാഗം, അൽ ഇഅ്തിറാഫു ബിന്നിഅമ, തന്നത് എനിക്ക് അള്ളാഹു തന്നതാണെന്ന് സമ്മതിച്ചു കൊടുക്കുക. 2, അശ്ശുക്രു ബിൽ ലിസാൻ, നാവ് കൊണ്ട് ശുക്രിൻ്റെ വാക്ക് പറയുക. അല്ലാഹുമ്മ ലക്കൽ ഹംദു വലക്കൽ ശുക്ർ. ഉറങ്ങണിച്ച പാട് അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. ഷാക്കിറായ അടിമൻ്റെ നാവുന്നാണ് വരിക, ഇല്ലാത്തവൻ കിബിറനാണ്. ഞാൻ തന്നെ എണീച്ചതാ, അങ്ങോട്ട് ഞാൻ തന്നെ നോക്കിക്കോളും. അല്ലാഹു ആകട്ടെ. ബിദിക്രി. അൽഹംദുലില്ലാഹില്ലദീ ആഫാനി ഫീ ബദനി വറദ്ദ ഇലയ്യ റൂഹി വഅദിന ലീ ബിദിക്രി. അർത്ഥമറിയോ? അൽഹംദുലില്ലാഹ്, അള്ളാഹുവിനാണ് സർവസ്തുതിയും. അല്ലദീ ആഫാനി ഫീ ബദനി, എനിക്കെൻ്റെ ശരീരത്തിന് സൗഖ്യം നൽകിയ എൻ്റെ അള്ളാഹ്. ഞാൻ എപ്പോഴും പറയുന്നുണ്ട് വീട്ടിൽ നിന്ന്, നമ്മൾ ഫീ ബദനി, ബദൻ ശരീരം, ജസദു എന്നർത്ഥം. പക്ഷെ ഹദീസിൽ വന്നതേ പറയാവൂ. ഹദീസിൽ ബദൻ തന്നെയല്ലേ സുന്നമി, ജസദീന നോക്കണേ, അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അർത്ഥം ഒന്നായിരിക്കും, പക്ഷെ റസൂല പറഞ്ഞ വാക്കേ പറയാവൂ. ജസദിയ അൽഹംദുലില്ലാഹില്ലദീ ആഫാനി ഫീ ജസദി ബറക്കല്ലാഹു ഫീക് വറദ്ദ ഇലയ്യ റൂഹി, എൻ്റെ റൂഹിനെ അവൻ എനിക്ക് തിരിച്ചു തരികയും ചെയ്തു. രാവിലെ ഉറക്കവും ഒരു മരണമല്ലേ, ഇതുപോലെ തിരിച്ചു തന്നു. വഅദിന ലീ ബിദിക്രി, എനിക്ക് അവനെ സ്മരിക്കാനുള്ള തൗഫീഖും തന്നു. സുബ്ഹാനല്ലാഹ്. ഇത് നാവുകൊണ്ട് പറയൽ ശുക്രിൻ്റെ ഭാഗമാണ്. പറയാൻ പഠിപ്പിച്ചെന്ത് ചെയ്യണം? പറഞ്ഞിട്ട് തന്നെ ശുക്ർ കാണിക്കണം നാവുകൊണ്ട്. മൂന്നാമത്തേത് അൽ അമലു ബിൽ ജവാരിഹ്, പ്രവർത്തന പദത്തിൽ അതിൻ്റെ ശുക്ർ കാണണം. ഒരുപാട് പൈസ അള്ളാഹു തന്നു, അതിൻ്റെ ശുക്ർ എന്താ? ചെലവാക്കണം, ദാനം ചെയ്യണം, സദഖ ചെയ്യണം, സക്കാത്ത് കൃത്യമായിട്ട് കൊടുക്കണം, പള്ളിയെടുക്കണം, മദ്രസ സഹായിക്കണം, ദീനീ കാര്യങ്ങൾക്ക് വേണ്ടി ചെലവാക്കണം, ഇത് ഭാര്യ മക്കൾക്ക് നന്നായിട്ട് കൊടുക്കണം, ബന്ധപ്പെട്ടവർക്ക് അർഹതപ്പെട്ടവർക്ക് കൊടുക്കണം. ഇതാണ് അതിനുള്ള ശുക്ർ. അല്ലാണ്ട് ഇങ്ങനെ പൂട്ടിക്കെട്ടി വെച്ചിട്ട് അല്ലാഹുമ്മ ലക്കൽ ഹംദു വലക്കൽ ശുക്ർ, അല്ലാഹുമ്മ ലക്കൽ ഹംദു വലക്കൽ ശുക്ർ, അത് ശുക്ർപ്പെട്ടതല്ല, അത് ശുക്രല്ല. അമലു ബിൽ ജവാരിഹ് വേണം. ഇതാണ് അഫലാ യശ്കുറൂൻ എന്ന് ചോദിച്ചതിൻ്റെ ആകെ ചുരുക്കത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ ഖുദ്റത്ത് പറഞ്ഞു തന്നു, നമ്മളൊന്നും എല്ലാതും കാണിച്ചു തന്നു. പൂർണ്ണമായും അവനെ ആശ്രയിച്ചേ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അതെല്ലാം കൂടി തരുകയും ചെയ്തു. അതുകൊണ്ട് എന്ത് ചെയ്യുക? തൗഹീദോടെ നല്ല ശുക്ർ ചെയ്ത് എൻ്റെ അടുത്തേക്ക് വരുമെന്ന പേടിയോടെ ജീവിക്കുക. അള്ളാഹു മനസ്സിലാക്കി അമൽ ചെയ്യാൻ തൗഫീഖ് നസീബാക്കി തരട്ടെ. ബാക്കി ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.